നൂലറ്റ മാലയിൽ നിന്ന് മണികൾ ഇങ്ങനെ ഒഴുകിത്തെറിക്കുന്നത് പോലെ തുടരെയായി വരുന്ന ഭീകരമായ ദുരന്തങ്ങളെ നിങ്ങൾ പ്രതീക്ഷിച്ചോളണേ. ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസാണ് ഞാൻ വായിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പാണ്. സാമൂഹികമായ നടപടിക്രമങ്ങളിൽ ഇത്തരമെല്ലാമുള്ള മാറ്റങ്ങൾ വന്നുപോയാൽ ഫർതഖിബൂ ഇൻദ ദാലിക റീഹൻ ഹംറാ വസൽസലതൻ വഖസ്ഫൻ വമസ്ഖാ. അല്ലാഹുവേ, ഞങ്ങളെ ഇത്തരം വിപത്തുകളിൽ നിന്നെല്ലാം നീ കാവല് നൽകണം അല്ലാഹ്. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ഭൂമി ഉലുക്കമുണ്ടാകുമ്പോൾ ആളുകൾ ചോദിക്കും എന്തേ സംഭവിച്ചതെന്ന്. വ്യാപകമായ ചർച്ചകളെല്ലാം വരുമ്പോ അവസാനം അതിനുള്ള മറുപടി എന്താണ്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഭൂമി കുലുക്കമുണ്ടായി, ചർച്ചകളായി, റിപ്പോർട്ടുകളായി, എല്ലാമായി. എന്നാൽ റിയൽ കോസ് ഓഫ് എർത്ത്ക്വേക്ക് എന്താണെന്ന് ചോദിച്ചാൽ പറയാനുള്ള മറുപടി എന്താണ്? ബിഅന്ന റബ്ബക ഔഹാ ലഹാ. അല്ലാഹുവിന്റെ സന്ദേശമനുസരിച്ചാണ് ഇതെല്ലാം നടക്കുന്നത്. അവന്റെ കൽപ്പനയുടെ സമ്മതങ്ങളാണ്, അവന്റെ വിധിയുടെ അനുസരണങ്ങളാണ്. അല്ലാതെ വേറെ ഒന്നും ഇതിൽ പറയാനില്ല. കാലമേ കാത്തിരുന്ന കണ്ടോളണേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ സാക്ഷ്യങ്ങൾ പറയുകയാണ്. कि जिस पर शाक है बेहद तुम्हारा रंज और नुकसान, तुम्हारी बहतरी का है बे हर उन्वान जो खान. खुसूसन मोमिनों पर तो शफीक़ो मेहरबाने, अगर बावसफ इसके आप से लोग फिर जाए. ഈ പ്രശ്നങ്ങളെല്ലാം വരുമ്പോഴുള്ള ഒരു പരിഹാരം എന്താണ്? ആജ് നഹി തോ കൽ ഹം മദീനേ ചൽ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മദീനയിലേക്ക് പോണം എന്ന് പറഞ്ഞാൽ എല്ലാ രക്ഷയുടെയും കവാടം ഏതാണ്? അൽ ഈമാനു യരിദു ഇലൽ മദീന, മദീനയാണ് പരിഹാരമുള്ളത്. मैं मदीने चला, मैं मदीने चला, फिर करम हो गया, मैं मदीने चला. ഞാൻ മദീനയിലേക്ക് വരികയാണ്, ഞാൻ മദീനയിലേക്കുള്ള പതികനാണ്. രക്ഷയുടെ സാർവത്രിക കവാടങ്ങൾ അവിടെയാണ്. അടിസ്ഥാന മോക്ഷത്തിന്റെ തലസ്ഥാനമാണ് മദീന. ആത്യന്തിക വിജയത്തിന്റെ അമരത്താണ് മദീന. സാർവത്രിക വിജയത്തിന്റെ തലസ്ഥാനമാണ് മദീന. ആ മദീനയിലാണ് രക്ഷയുള്ളത്. എല്ലാം പറഞ്ഞു തരുന്ന നേതാവ് സയ്യിദുൽ വറാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു കാലം അറിയണം, കാലം ചെല്ലും തോറും അറിവ് കുറയും. ഇമാം തുർമുദിയുടെ ഉദ്ധരണി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോണില്ല. നമ്മൾ വിചാരിക്കും ഇന്റർനെറ്റുള്ള കാലത്ത്, ഇൻട്രാനെറ്റുള്ള കാലത്ത്, മോഡേൺ എക്യുപ്മെന്റ്സുകൾ, ഡിവൈസുകൾ, സംവിധാനങ്ങളുള്ള കാലത്ത് അറിവിവിടെയാണ് കൂടുതലെന്ന് നമ്മൾ വിചാരിക്കും. ഇല്ല ഇല്ല, ഓരോ നാളും അറിവുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിവ് കുറയുന്നത് എങ്ങനെയാണ്? ബിമൗത്തിൽ ഉലമാ, ആലിമീങ്ങളുടെ വിയോഗമാണ്. നമ്മളിൽ നിന്ന് മരണപ്പെട്ട് പിരിയുന്ന ആലിമീങ്ങൾക്ക് തുല്യർ ഇവിടെ വരുന്നില്ല.
താജുൽ ഉലമ വഫാത്തായി, പകരക്കാര് വന്നില്ല. നൂറുൽ ഉലമ വഫാത്തായി, പകരക്കാര് വന്നില്ല. നെല്ലിക്കുത്ത് ഉസ്താദ് ശൈഖുൽ ഹദീസ് വഫാത്തായി, പകരത്തിനിവിടെ ആരും വന്നില്ല. ബഹുമാനപ്പെട്ട വലിയ വലിയ കിടയറ്റ ആലിമീങ്ങൾ എത്രയാണ് ഇക്കാലത്ത് നമ്മളോട് വിട പറഞ്ഞു പോയത്. ഒരു ചെറിയ കാലയളവിനുള്ളിൽ വലിയ വലിയ ബഹറുൽ ഉലൂമുകൾ നമ്മളോട് വിട പറഞ്ഞു പോയി. അവർക്കാർക്കും പകരം വന്നില്ല. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ വലിയ മുദർരിസായിരുന്നു, ആലിമായിരുന്നു. അതാ മഹാനവറുകളുടെ ശിഷ്യന്മാരായി വലിയ പണ്ഡിതന്മാരുണ്ട്. അവിടുത്തേക്ക് പകരക്കാര് വന്നില്ല. കഴിഞ്ഞ വർഷം സ്നേഹപ്രപഞ്ച പരമ്പരയുടെ സമാപന വേദിയിൽ നമ്മളെ ആത്മീയ ചക്രവാളത്തിലേക്ക് മാടി വിളിച്ച EK മുഹമ്മദ് ദാരിമി അൽ ഖാദിരി ഉസ്താദ് അവറുകൾ നിമിഷ കവിയായിരുന്നു. അറബി രചനകൾ ഉണ്ടാക്കിയവരാണ്. വലിയ പണ്ഡിതനായിരുന്നു. ശംസുൽ ഉലമ EK ഉസ്താദിന്റെ അടുക്കൽ പഠിക്കുന്ന കാലത്ത് വളരെ ധൈര്യത്തോടെ പണ്ഡിത ചർച്ചകൾക്ക് ഉചിതമായ രീതിയിൽ ഇടപെട്ടിരുന്ന മഹാനായിരുന്നു. പക്ഷേ യാത്രയായിട്ട് പകരക്കാര് വന്നില്ല. അല്ലാഹു തആല ഈ മഹാന്മാരുടെ എല്ലാം ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് നാഫിആയ ഇൽമ് അല്ലാഹു നമുക്ക് നൽകട്ടെ. തഴവാ ഉസ്താദ് യാത്രയായി പകരമാരും വന്നില്ല. റഈസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദ് വഫാത്തായി, പകരക്കാര് വന്നില്ല. ഇങ്ങനെ നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ പണ്ഡിതന്മാര് പോകുന്നതോടെ ഇൽമ് വിടുന്ന് പോവുകയാണ്. കണിശമായി ഒരു മസ്അല പറയാനുള്ള ഒരു ആലിം നമ്മുടെ ഓരോ ഗ്രാമത്തിൽ നിന്നും നഷ്ടമാവുകയാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. അന്ത്യനാളിന്റെ അടയാളമാണ് ഇൽമു കുറയൽ, വിവരക്കേട് കൂടൽ. അങ്ങനെ വിവരമില്ലാത്തവര് ചോദിക്കും, ബുഖാരിയിലുണ്ടോ ഉസ്താദേ? ഓതിയിട്ടില്ല, പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. സഹീഹുൽ ബുഖാരി എന്താണെന്നറിയില്ല, ഇമാം ബുഖാരി തങ്ങളെ അറിയില്ല. എവിടുന്നോ കേട്ടൊരു വാല് വെച്ചിട്ട് ചോദിക്കും, ബുഖാരിയിലുണ്ടോ? എന്നാ ഞാൻ ചെയ്തോളാം. ഈ രീതിയിലേക്ക് ആളുകൾ, ജഹലുകൾ, അറിവുള്ളവരാണ്, അറിവില്ലെന്ന അറിവ് പോലുമില്ല. ആ ലോകത്തേക്ക് ആളുകൾ വരികയാണ്. കഴിഞ്ഞ ഒരു റമദാനിൽ ഒരു സഹോദരൻ വിളിക്കുന്നു, ഇതാ എന്റെ അടുക്കൽ കുറെ ആളുകൾ വന്നിരിക്കുന്നു, തറാവീഹ് 11 റക്അത്തേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആളുകൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും തെളിവ് വേണം. ഈ സാധാരണക്കാരനോട് ഞാൻ എന്ത് പറയാനാ? അപ്പോൾ ആ സഹോദരനോട് ഞാൻ പറഞ്ഞു, അയാൾ കൊണ്ടുവന്ന ഹദീസ് ഏതായിരിക്കുമെന്ന് എനിക്കൊരു ധാരണയുണ്ട്. ഞാൻ ചോദിച്ചു, ആ കൊണ്ടുവന്ന ഹദീസിൽ തറാവീഹ് എന്ന പദമുണ്ടോ എന്നൊന്ന് നോക്ക്. അപ്പൊ എന്റെ ഫോൺ കേട്ട സഹോദരൻ മറ്റേ ആളോട് ചോദിച്ചു, ഇതിൽ തറാവീഹ് എന്നുള്ള വാക്ക് എവിടെ? കാണുന്നില്ല. പിന്നെ നീ എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? തൽക്കാലം ഒരു പ്രാഥമിക ഫസ്റ്റ് എയ്ഡ്. കാരണം അയാൾ കൊണ്ടുവന്ന ഹദീസ് ഏതാണ്? മാകാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. ആയിഷ റളിയല്ലാഹു അൻഹ എന്നുള്ള നിവേദനമാണ്. അത് തറാവീഹിനെ കുറിച്ചാണെന്ന് പറയാൻ അതിൽ തറാവീഹ് എന്ന പദം എവിടെ? ഇത്രയേ ഉള്ളൂ ചോദ്യം. കൊണ്ടുവന്ന വഞ്ചിമിന് പറയുന്നു ഇതിലിവിടെ, അങ്ങനെ ഇങ്ങനെ പോയി. ഇതുപോലെ എന്തിനാണ് ഏതിനാണെന്ന് പോലും അറിയാതെ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ജാഹിലീങ്ങൾ ഇറങ്ങിയിട്ട് ഇമാമീങ്ങളുടെ പേര് അനാവശ്യമായി വലിച്ചഴയ്ക്കുന്ന കാലമാണ്. കിടയറ്റ അലിമീങ്ങളെ പോയി കേട്ടോ. മുജ്തഹിദുകളുടെ കാലം കഴിഞ്ഞു പോയി. അതിന് പകരക്കാരിവിടെ വന്നില്ല. മുഹദ്ദിസീങ്ങൾ കഴിഞ്ഞു പോയി, 6 ഹദീസിന്റെ പണ്ഡിതന്മാർ. അതിന് പകരക്കാരിവിടെ വന്നില്ല. ഇമാം നവവി തങ്ങളെ പോലെയുള്ള വലിയ ഖത്താബുകൾ കഴിഞ്ഞു പോയി. അവരുടെ പകരക്കാര് പോയിട്ട് അവരുടെ രോമത്തിന് വിലയുള്ളവരിവിടെ പിന്നെ വന്നില്ല. പിന്നല്ലേ നമ്മൾ വലിയ ജാട പറയുന്നത്? ഇൽമ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ബിഖബ്ദിൽ ഉലമാ, ഉലമാക്കളുടെ വിയോഗത്തോടെയാണ് അല്ലാഹു നമുക്കിന്ന് തണലേകി തന്നിട്ടുള്ള മഹാന്മാരായ ആലിമീങ്ങൾക്കെല്ലാം അല്ലാഹുവേ നീ ദീർഘായുസ് നൽകണേ റഹ്മാനേ.
ഞങ്ങൾ എന്നിങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടാനും സ്വലാത്ത് ചൊല്ലാനും മുത്തുനബി തങ്ങളെ പറയാനും ഒക്കെയുള്ള കാരണം റഈസുൽ ഉലമാ ഉസ്താദിനെ പോലെ, സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദിനെ പോലെ, കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദിനെ പോലെ, സിറാജുൽ ഉലമാ ഹൈദറൂസ് ഉസ്താദിനെ പോലെ ആലിമീങ്ങളുടെ ഖാദിമീങ്ങളായതുകൊണ്ടാണ്. അവര് വേഗം പോയാൽ നമ്മൾ വീണ്ടും യതീമുകളാവുകയാണ്. അല്ലാഹുവേ, ഒരുപാട് കാലം അവരുടെ തണൽ ഈ ഉമ്മത്തിന് നീ നീട്ടിത്തരണേ റഹ്മാനേ. പോയാൽ പകരക്കാര് വരാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു അടയാളമാണ്. മറ്റൊന്നിലേക്ക് വേഗം ഞാൻ കിടക്കുന്നു, സമയം വളരെ പരിമിതമാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിൻ അമാറാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളമാണ് മൗത്തുൽ ഫുജ്ആ, ആക്സിഡൻഷ്യൽ ഡെത്ത് അഥവാ പൊടുന്നനെയുള്ള മരണം, ആകസ്മികമായ മരണം ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഇന്നാലില്ലാഹ്, ഒന്നുകിൽ റോഡ് ആക്സിഡന്റിലായിരിക്കാം, അല്ലെങ്കിൽ കാർഡിയാക്ക് അറസ്റ്റിലായിരിക്കാം, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിലായിരിക്കാം. ഏതോ കാരണങ്ങളായി പൊടുന്നനെ മരിച്ചു പോകുന്ന കാലം, മനുഷ്യന്മാര് പെട്ടെന്ന് മരിക്കുന്ന കാലം വന്നാൽ, നമ്മൾ സാധാരണയൊക്കെ മരണാനന്തര ക്രിയകളെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദുമാര് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? രോഗശയ്യയിൽ ഒരാളെ എങ്ങനെ പരിചരിക്കണം, അയാളെ എങ്ങനെ നിസ്കരിപ്പിക്കണം, അയാൾക്ക് മരണാസന്നമായാൽ എന്ത് ചൊല്ലിക്കൊടുക്കണം, അങ്ങനെയല്ലേ നമ്മള് മയ്യത്ത് പരിപാലനത്തിന്റെ കിതാബ് പഠിക്കാൻ തുടങ്ങുന്നത്. ഇന്നങ്ങനെ ആവുന്നില്ല. രോഗിയായി കിടന്ന് വസിയ്യത്ത് ചെയ്യാനോ മരണത്തെ പ്രതീക്ഷിക്കാനോ ഒന്നും അവസരമില്ലാതെ പൊടുന്നനെയുള്ള മരണങ്ങൾ വ്യാപകമായി വരികയാണ്. പടച്ചവനെ, ഞങ്ങളെ അത്തരം മരണത്തെ തൊട്ട് നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ റഹ്മാനെ. മോശമായ ഒരു സാഹചര്യത്തിൽ ഞങ്ങളെ മരിപ്പിക്കല്ലേ റഹ്മാനെ. പ്രിയമുള്ളവരെ, പൊടുന്നനെയുള്ള മരണങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് സാർവത്രികമായിരിക്കുകയാണ്. അത് അന്ത്യനാളിന്റെ ലക്ഷണമായി വ്യാപകമാകുമെന്ന് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇതിന്ന് എവിടെ തുടങ്ങി എവിടെ എത്തിക്കണമെന്ന് എനിക്കൊരു കൃത്യതയില്ല. കാരണം അത്രത്തോളം കാര്യങ്ങൾ ഇതിന്റെ തുടർച്ചയായി പറയാനുണ്ട്. എവിടെ വരെ എത്തുന്നു അവിടെ നിർത്തി നമുക്ക് ദുആ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ മറ്റൊരു അടയാളത്തിലേക്ക് വരാം. അൻ തൗബാൻ റളിയല്ലാഹു അൻഹു, തൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ത്യനാളിന്റെ അടയാളങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പുകളും പറയുന്നത്, യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ ലകല ഇലാ ഖസഅതിഹാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, സമുദായങ്ങൾ ഒത്തുചേർന്നിട്ട് ഈ സമുദായത്തിന്റെ മേലെ, മുസ്ലിം സമുദായത്തിന്റെ മേലെ എല്ലാവരും ഒരുമിച്ച് സംഘടിച്ച് കൈനീട്ടും. തളികയിലുള്ള ഭക്ഷണത്തിലേക്ക് കൈനീട്ടുന്നത് പോലെ ഈ സമുദായത്തെ പിടിച്ചു പറിക്കാൻ ലോകത്തെ സഖ്യകക്ഷികൾ വരും. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ, അന്ന് നമ്മൾ ന്യൂനപക്ഷമായതുകൊണ്ടാണോ തങ്ങളെ നമ്മൾക്കെതിരെ ഇത്തരം ആളുകളെല്ലാം സംഘടിക്കുന്നത്? അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും ജർമ്മനിയുടെയും ഇസ്രയേലിന്റെയും അതുപോലെയുള്ള ഒരുപാട് രാജ്യങ്ങൾ, അപ്പുറത്ത് മാറി ഹംഗറിയുടെയും ഇതുപോലെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ഒരുമിച്ച് വന്നിട്ട് ഈ സമുദായത്തിലേക്ക് കൈനീട്ടുന്നതാണ്, പിടിച്ചു പറിക്കാൻ വേണ്ടി കൈയോങ്ങുന്നതാണ്. ഭക്ഷണത്തളികയിലേക്ക് കൈനീട്ടി വാരാൻ വരുന്നത് പോലെ ഈ സമുദായത്തെ പിടിച്ചു പറിക്കുന്നതാണ്. അപ്പോൾ ചോദിച്ചു, മിൻ ഖില്ലത്തിൻ നഹ്നു യൗമൈദിൻ, അന്ന് നമ്മൾ ന്യൂനപക്ഷമായതുകൊണ്ടാണോ നബിയേ?
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടിയാണ് ബൽ അൻതും യൗമൈദിൻ കസീർ, നിങ്ങളെന്ന് കുറവായിരിക്കില്ല, നിങ്ങൾ കൂടുതലായിരിക്കുമെന്ന്. വലാകിന്നും വസാഉം കവസാഇസ് സൈൽ, പക്ഷേ മഴവെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചണ്ടികളെ പോലെ ഈ സമുദായത്തിന്റെ മക്കളെ വിലയും നിലയുമില്ലാത്തവരായി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല യൻസിഅന്നല്ലാഹു മിൻ സുദൂരി അദുവികുമുൽ മഹാബത മിൻകും, നിങ്ങളെക്കുറിച്ചുള്ള ഭയം മറ്റ് സമുദായങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു പോകുന്നതാണ്. ഇന്നാ ലില്ലാഹ്. മാപ്പിളമാര്, മഹാപിള്ളന്മാര്, മേത്തന്മാര്, മേൽത്തരക്കാര്, അങ്ങനെയൊക്കെയുള്ള മഹത്വമുള്ള ആളുകൾ, നാലാം വേദക്കാർ, നമ്മെക്കുറിച്ചൊക്കെ വലിയ മഹിമയാണ്. മറ്റുള്ള സമുദായങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രൗഢിയും ഒരു മഹിമയും ഉണ്ടായിരുന്നു. കാലങ്ങൾ കഴിയുമ്പോൾ മതത്തിന്റെ നിയമങ്ങളെയും ചിട്ടകളെയും വലിച്ചെറിഞ്ഞിട്ട് കനേശുമാരി മുസ്ലിമായി വരുമ്പോ പെങ്ങളെ ഇസ്ലാം പറഞ്ഞത് തലമറച്ച് നടക്കാനാണ്. അതൊന്നും പറ്റൂല മുസ്ലിയാരെ, എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കും. അല്ലയോ ഹാജിയാരെ, പലിശ വാങ്ങരുത്, ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അല്ലയോ സഹോദര, ലോൺ എടുത്തിട്ട് പലിശയിൽ പെടരുത്, അല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റൂല. അല്ലയോ സഹോദരി, കല്യാണ സദസ്സിൽ പോയി ആണും പെണ്ണും ഇടകലർന്നിട്ട് തോന്നിവാസത്തിൽ ഇടപെടരുത്. അതൊന്നും മുസ്ലിയാമാര് വഴുത് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ ഈ പരിപാടി കഴിഞ്ഞിട്ട് പിറ്റേ നീ ഓഡിറ്റോറിയത്തിൽ കല്യാണം നടന്നാലും വഴുതിന് വന്ന ഉമ്മമാരെ, ആണും പെണ്ണും കൂടിക്കലരാൻ നിങ്ങൾ ഇതിലേക്ക് വരുമെങ്കിൽ നമ്മുടെ ഈ സംഗമത്തിന്റെ മൂല്യം ഇവിടെ. ആത്മനിയന്ത്രണത്തോടെ ചിട്ടയോടെ ജീവിക്കണം. ഇങ്ങനെ ഇസ്ലാമിന്റെ നിയമങ്ങളെ മുഴുവനും നമ്മൾ അവഗണിച്ച് കളയുന്ന ഒരു കാലം വന്നാൽ കുമിളകളെ പോലെ ചണ്ടിരവറുകളെ പോലെ ആയി പോകുന്നതാണ്. നിങ്ങളിൽ ഒരു നിസ്സാരത വരുന്നു. ഇതെല്ലാം വരാനുള്ള കാരണം എന്താണ്? ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗതി, ദുനിയാവിനോടുള്ള പ്രേമം വേറൊന്നുമല്ല ഈ സമുദായത്തെ നശിപ്പിക്കുന്നത്. മരണത്തോടുള്ള അനിഷ്ടം, ഭൗതികതയോടുള്ള പ്രമത്തത, ഇതിന്റെ നടുവിൽ നിങ്ങൾ ചണ്ടിചവറുകളെ പോലെ ആകും. നിങ്ങൾക്കൊരു നിലയും വിലയുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലത്ത് യൂറോപ്പ് മുതൽ സിന്ധ് വരെ നീണ്ടു കിടക്കുന്ന വിശാലമായ സാമ്രാജ്യത്തിന്റെ ഉടമകളായിരുന്നു മുസ്ലിങ്ങൾ. അറിയുമോ സഹോദരന്മാരെ, യൂറോപ്പ് മുതൽ സിന്ധ് വരെ നീണ്ടു കിടക്കുന്ന വലിയൊരു ലോകത്തിന്റെ അധിപന്മാരായിരുന്നു നമ്മൾ. അതുപോലെ എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ഈമാനികമായ മൂല്യം അങ്ങ് പോയാൽ നിങ്ങളെ ചണ്ടിരവറുകളെ പോലെ മറ്റുള്ളവരെ ചവിട്ടി തേക്കുന്നതാണ്. ലോകത്ത് 1,40,00,000 ജൂതന്മാരെ ഉള്ളൂ. 0.2% മാത്രം ലോകത്ത് 2014 കണക്കനുസരിച്ച് ജൂതന്മാരുള്ളത്. 2014 സെൻസസ് പ്രകാരം 1,40,00,000 മാത്രമാണ് ജൂതന്മാരുള്ളത്. അതേ സമയത്ത് ലോക ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്നവരാണ് മുസ്ലിങ്ങളായ നമ്മൾ. ഇന്ത്യയിൽ മാത്രം 17 കോടി മുസ്ലിമീങ്ങളുണ്ട്. എന്നിട്ട് ഈ മുസ്ലിം സമുദായത്തെ ഫലസ്തീനിലും സിറിയയിലും ലിബിയയിലും യമനിലും തുണീഷ്യയിലും ഈജിപ്തിലുമെല്ലാം അരുങ്കൊല ചെയ്ത് ചവിട്ടി തേച്ച് നീക്കി വെച്ചിട്ട് ഒരു ശക്തിക്കും അതിനെതിരെ ഇടപെടാൻ കഴിയുന്നില്ല. എവിടെ എത്തിയിരിക്കുന്നു നമ്മൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം പുലർന്നിരിക്കുകയാണ്. 17 കോടി മുസ്ലിങ്ങൾ ഇന്ത്യയിൽ മാത്രമുണ്ട്. കേവലം 1,40,00,000 മാത്രമുള്ള ജൂത പരിസകൾ. ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ സമുദായത്തിന്റെ മക്കളെ എവിടെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം തീവ്രവാദമാണെന്ന് പറയാൻ അമേരിക്കയുണ്ട്, ബ്രിട്ടനുണ്ട്, ഫ്രാൻസുണ്ട്, ജർമ്മനിയുണ്ട്.
ലോകത്തെ രാജ്യങ്ങളെല്ലാം ഐക്യകക്ഷി രൂപീകരിച്ചിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പ്രചരണം നടത്തുമ്പോൾ അങ്ങനെ ഒരു തീവ്രവാദമില്ല എന്ന് വെട്ടിത്തുറന്ന് പറയാൻ പോലും ശക്തിയുള്ള ഭരണാധികാരികളില്ല. അവിടല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഇടോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതല്ല. ഇസ്ലാം കംപ്ലീറ്റ് പീസ് എന്ന് പറയാൻ പറ്റുന്ന ശക്തിയുള്ള ഭരണാധികാരികൾ ലോകത്തുണ്ടോ? ആർജവത്തോടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ പറ്റുന്ന ഭരണാധികാരികൾ പോലും നമുക്കില്ലാതെയായി. ഇന്നത്തെ അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ എന്നേ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞിരിക്കുകയാണ്. ലോകത്തെ മുഴുവനും അമ്മാനമാടുക. ഏറ്റവും വലിയ പാരഡോക്സ് ഈ ലോകത്ത് നിലനിൽക്കുന്നത് എന്താണെന്നറിയുമോ? വിരോധാഭാസം. മറ്റൊന്നുമല്ല, ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് ഈ സമുദായം, അതേസമയം തന്നെ ഏറ്റവും വലിയ കുറ്റവാളികളും നമ്മൾ. ഇതുപോലെ ഒരു വൈരുദ്ധ്യം ലോകത്ത് വേറുണ്ടോ? ഇതുപോലെ ഒരു വൈരുദ്ധ്യം ലോകത്ത് വേറുണ്ടോ? ലോക രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്ന മതക്കാരേത്? മുസ്ലിങ്ങളാണ്. എന്നാ കുറ്റം മുഴുവൻ ആർക്കാണ്? ജയ്ഷെ മുഹമ്മദ്, ബോക്കോ ഹറം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ കുറെ പേരുകൾ. എവിടെ പൊട്ടിയാലും പിന്നിപ്പുറത്തൊരു ജിഹാദി സംഘടനയുടെ പേര്, ഒരു ജിഹാദി സംഘടനയുടെ പേര്. സാക്ഷാൽ ജൂതന്മാർ ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളാണിത്. ഉസാമ ബിൻ ലാദൻ എന്ന ഒരു ഉമ്മാക്കിയെ മുമ്പിൽ വെച്ചിട്ട് ഒരുപാട് രാജ്യങ്ങളെ വേട്ടയാടി. ആളെവിടെ? അത് ടോറാ ബോറാ ഗുഹയെന്ന് പിടിച്ച് അറബിക്കടലിൽ കൊണ്ടുപോയി താഴ്ത്തി. ലോകത്താർക്കും ഒന്ന് കാണണ്ടായിരുന്നോ? ഒന്ന് കാണാൻ കൊടുത്തുകൂടായിരുന്നോ? ലോക കോടതിയിൽ ഒന്ന് വിചാരണ ചെയ്തുകൂടായിരുന്നോ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ ഇല്ലേ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. മുസ്ലിം സമുദായത്തെ വേട്ടയാടാൻ ഒരുപാട് കാലം യൂറോപ്പ് വെച്ചിരുന്ന ഒരു പടമെന്ന് മാത്രമല്ലാതെ വേറെ എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇനി അങ്ങനെ ഒരാൾ ഉണ്ടായാൽ ഇസ്ലാമിക പ്രത്യയശാസ്ത്രങ്ങൾ അയാളോട് യോജിക്കുന്നില്ല, ഇസ്ലാമിക വ്യവസ്ഥ അയാളോട് യോജിക്കുന്നില്ല. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. അതാ പാഠശാലയിലുള്ള കുരുന്നുകളെ വെടിവെച്ചു കൊന്ന് കളയാൻ പറയുന്ന ഒരു ഇസ്ലാം ലോകത്തെ മുത്തനബിതങ്ങളെ പറഞ്ഞിട്ടില്ല. പർദ്ദയണിഞ്ഞുകൊണ്ട് നാട്ടിൽ മുഴുവനും ഫിത്നയുണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആരാധനാലയങ്ങളിൽ സ്ഫോടനം നടത്താൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. വ്യവസ്ഥാപിതമായ ഗവൺമെന്റുള്ള രാജ്യങ്ങളിൽ അസ്ഥിരപ്പെടുത്താൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ ടുണീഷ്യയിൽ നിന്ന് തുടങ്ങിയിട്ട് ലോക രാഷ്ട്രീയത്തിന്റെ താളം മുഴുവനും ഇല്ലാതെയാക്കിയ ആരുടെയോ പടപ്പുകളുടെ പേരിൽ ഈ സമുദായം വേട്ടയാടപ്പെടുകയാണ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. തലപ്പാവും ദാടിയുമില്ലാത്തൊരു സാമമില്ലാതെ എന്തുകൊണ്ട് വന്നില്ല? എന്തുകൊണ്ട് വേറൊരാൾ വരുന്നില്ല? ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ മുഴുവനും അങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ നെഗറ്റീവായി അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കാലം വരും നിങ്ങൾ അംഗസംഖ്യയിലേറെയായിരിക്കും, പക്ഷേ നിങ്ങളെ വകവെക്കാൻ ആളുണ്ടാവില്ല. ഭക്ഷണ തളികയിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ പിടിച്ചു പറിക്കും പോലെ ഈ സമുദായത്തെ പിടിച്ചു പറിച്ചുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇവിടെ ഞാനും നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. എനിക്കും നിങ്ങൾക്കും രക്ഷ വേണോ, ജയം വേണോ? ഒരേ ഒരു വഴി മാത്രമേ ബാക്കിയുള്ളൂ. അത് വേറെയൊന്നുമല്ല. തഖ്വല്ലാഹി മദാറു കുല്ലി സഅദതി. ജീവിച്ചിരുന്നാലും മരിച്ചു പോയാലും രക്ഷപ്പെടാനുള്ള ഏക വഴി ഏതാണ്? അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ആ ഈമാനുണ്ടോ എന്നാൽ നിങ്ങൾക്ക് രക്ഷ നേടാം. പ്രിയമുള്ളവരെ, ലോകം മുഴുവനും വിനാശം വിതക്കുന്ന ജൂതന്മാരെ വിചാരണ ചെയ്യാൻ ഒരു UN-ഉമില്ല, ഒരു രാഷ്ട്രകോടതിയുമില്ല. ഹിറ്റ്ലർ പറഞ്ഞു 90% ജൂതന്മാരെ ഞാൻ കൊന്നുകളഞ്ഞു, 10% ഞാനിവിടെ ബാക്കിയാക്കി. എന്തിനാണ് ഞാൻ 10% ഇവിടെ ബാക്കിയാക്കിയത്? ഈ 90%യും എന്തിനാണ് ഞാൻ ഇല്ലായ്മ ചെയ്തത് എന്ന് പിൽക്കാല ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഇത്രയും വലിയ വിനാശകാരികളെയാണ് ഞാൻ കൊന്നുകളഞ്ഞത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഫലസ്തീനിലെ പാഠശാലകളിൽ ആദ്യാക്ഷരം പഠിക്കാൻ വരുന്ന കുരുന്നുകളെയല്ലേ ബോംബിട്ട് കൊന്നുകളഞ്ഞത്?
എന്ത് മനുഷ്യത്വത്തിന്റെ ഭാഷയാണ് ജൂതന്മാർക്ക് ഇവിടെയുള്ളത്. അതുപോലെ അതാ വീടിന്റെ അകത്തളങ്ങളിൽ കഴിയുന്ന പാവങ്ങളായ തരുണീമണികളെയല്ലേ പീഡനത്തിന്റെയും മർദ്ദനത്തിന്റെയും സ്ഫോടനത്തിന്റെയും ഇരകളാക്കി മാറ്റിയത്. ഏത് മനുഷ്യ കോടതിക്കാണ് ഇത് നീതീകരിക്കാനാവുക? ഏത് മാനുഷിക ചിന്തയ്ക്കാണ് ഇതിനെ സാക്ഷീകരിക്കാനാവുക? ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കുമുള്ള ഒരേ ഒരു മാർഗമേതാണ്? വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിനും റസൂലിനും ഈമാനുള്ളവർക്കുമാണ് പ്രതാപം. ഈമാൻ എന്ന അടിസ്ഥാന ഗുണം എനിക്കും നിങ്ങൾക്കുമുണ്ടോ? അവിടെയാണ് പ്രതാപമുള്ളത്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഇസ്സത്തിന്റെ അടിസ്ഥാനം ഈമാനാണ്, ഇസ്ലാം അനുസരിച്ചുള്ള ജീവിതമാണ്. എന്റെ കയ്യിലേക്ക് 4 ചില്ലറ കിട്ടുമ്പോഴേക്ക് മതം വേണ്ട, പള്ളി വേണ്ട, പാതിരി വേണ്ട, അള്ളാഹുവിന്റെ നിയമങ്ങൾ വേണ്ട, മദ്രസ വേണ്ട, ഒന്നും വേണ്ട. ഇന്ന് നമ്മുടെ നാട്ടിൽ 100 കണക്കിന് രക്ഷിതാക്കൾ അവരുടെ മക്കളെ പഠിക്കാൻ വിടുന്നില്ല മദ്രസയില്. എന്താ കാരണമെന്നറിയുമോ? കയ്യിൽ കിട്ടിയ ചില്ലറയുടെ ഗമയല്ലാതെ മറ്റൊന്നുമല്ല. പണം കണ്ടപ്പ പടച്ചവനെ മറന്ന അഹങ്കാരികളാണവർ. നിഷേധിക്കാൻ പറ്റുമോ? ഇന്നലെ അവരുടെ വാപ്പാമാരുടെ ചില്ലറ ഉണ്ടായിരുന്നില്ല. അപ്പൊ പള്ളിയിലുണ്ടായിരുന്നു, എത്തിക്കാഫിലുണ്ടായിരുന്നു, നിസ്കരിക്കാനുണ്ടായിരുന്നു, മദ്രസയിലുണ്ടായിരുന്നു, പള്ളിപ്പേരെ ചോറ് വെക്കാനുണ്ടായിരുന്നു, പള്ളിയിൽ ഒജീന വിതരണം ചെയ്യാനുണ്ടായിരുന്നു. പിന്നെന്തേ അവരുടെ മക്കൾ ഇന്ന് വരാത്തത്? കയ്യിൽ കിട്ടിയ 4 ചില്ലറയുടെ ഗമയല്ലാതെ മറ്റൊന്നുമല്ല. താൽക്കാലികമായ പണത്തിന്റെ പണവളപ്പിൽ മതത്തിന്റെയും ധർമ്മത്തിന്റെയും കണ്ടകോടാലികളായി മാറിയവർ. എവിടേക്കാണ് ഈ ജനതയുടെ സഞ്ചാരം? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ നേരം ഒരു ചോദ്യം, ഔസനി യാ സ്വഹീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്കൊരു വസിയത്ത് പറയണം. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നല്ലാഹ ഫാത്തിഹുൻ അലൈക്കുമുദ് ദുനിയാ, അല്ലാഹു ദുനിയാവ് നിങ്ങളുടെ മേലെ തുറന്നു തരുന്നതാണ്. ഫലാ തഅഖുദന്ന മിനാ ഇല്ലൽ ബലാ, വേണ്ടതല്ലാതെ അതിൽ നിന്ന് എടുക്കാൻ പാടില്ല. ദുനിയാവ് ഇങ്ങനെ തുറക്കും, അതിന്റെ നിധികളും അതിന്റെ കനികളും അതിന്റെ കലവറകളും അതിന്റെ നിറപറകളും എല്ലാം തുറന്നിട്ട് തരും. എല്ലാം വലിച്ചു വാരി എടുക്കാൻ നിൽക്കരുത്, വേണ്ടതെടുത്തോളൂ, എന്നാ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വസിയ്യത്താണ്, സ്വഹാബത്തിനോട് പറഞ്ഞതാണ്. എന്നാൽ നമ്മുടെ രാജ്യങ്ങളെല്ലാം ഇന്ന് ഏതൊക്കെയോ ലോകത്തേക്ക് മാറിപ്പോയി. അറബ് രാജ്യങ്ങളുടെയും ഇസ്ലാമിക രാജ്യങ്ങളുടെയും ഒക്കെ മുമ്പിൽ ഒരുപാട് കരിനിഴൽ വീണിരിക്കുകയാണ്. ആനുകാലിക രാഷ്ട്രീയം നിങ്ങൾ വായിക്കുന്നുണ്ടാകും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച നേർവഴിയിലേക്ക് നമ്മൾ വന്നാൽ നമുക്ക് രക്ഷപ്പെടാനാവും. തുമ്മാരെ ദീൻ കോ ബസ് ആജ് കാമിൽ കർ ദിയാ मैंने, तुम्हारा दामन अपने नेमतों पर दिया मैंने, क्या मैंने पसंद इस्लाम ही को दीन तुम सबका, तुम्हारे दीन को बस आज कामिल कर दिया मैंने. ഇന്ന് നിങ്ങൾക്ക് ജീവിത വ്യവസ്ഥിതിയെ പൂർത്തീകരിച്ചു തന്നിരിക്കുകയാണ്. അനുഗ്രഹങ്ങളുടെ കവാടങ്ങളെയും വിടുതിയുടെ മഹാലോകത്തെയും നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ജഹാൻ മേ ജിസ്നെ ബി തഅമീൽ കി ഹുക്ം പേഗംബർ കി, तो इसने असल में तअमील की फरमान दावर की. ലോകഗുരുവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരച്ചു കാണിച്ച നേർവഴിയുടെ സംഗീതത്തെയും മോചനത്തിന്റെ മഹിതമാർഗത്തെയും വിജയത്തിന്റെ വിശിഷ്ട വീതിയെയും ഉജ്ജ്വലമായ മുന്നേറ്റത്തിന്റെ പ്രോജ്വല പാതയും ഹൃദയാവരിച്ചിട്ട് ഇരുലോക വിജയത്തിന് ഒരുങ്ങണേ എന്ന് മാത്രമല്ലാതെ ഞാനെന്ത് പറയാനാണ്? ലോകമാകമാനമുള്ള ബഹളമയങ്ങളുടെ നടുവിൽ നിന്ന് പുണ്യപ്രവീണരുടെ വിശുദ്ധ വാചകങ്ങളുടെ ശകലങ്ങൾ എടുത്തു വായിക്കുന്ന ഒരു ചെറിയ വിദ്യാർത്ഥിയാണ് ഞാൻ. നമ്മൾ ഒരുമിച്ച് വായിക്കുകയാണ്.
കാലത്തിന്റെ രീതികളോട് നമ്മുടെ വായന ചേരുകയാണ്. പക്ഷേ ഒരു സന്തോഷമുണ്ട്, ഇന്നലകളിൽ കഴിഞ്ഞുപോയ യുഗാന്തരങ്ങളുടെ ഭേദങ്ങളെ മുഴുവനും മറികടന്ന് 1.5 സഹസ്രാബ്ദത്തിന് മുമ്പ് ജീവിച്ച് ലോകത്തോട് വിട പറഞ്ഞ് പക്ഷേ അന്ത്യനാൾ വരെയുള്ള ജനതയ്ക്ക് മാർഗദർശനവും സാക്ഷിയുമായ എന്റെയും നിങ്ങളുടെയും നേതാവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم വിശ്വാസികളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നിങ്ങൾക്ക് നൽകുക വഴി അല്ലാഹു തആല നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തിരിക്കുകയാണ്. യത്ലൂ അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവിടുന്ന് പാരായണം ചെയ്തു തരികയാണ്. വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, നിങ്ങളെ ആത്മശുദ്ധി വരുത്തുകയും അല്ലാഹുവിന്റെ നിയമങ്ങളെ പാരായണം ചെയ്തു തരികയും വിധിവിലക്കുകളെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരികയും ചെയ്യുന്ന ഒരു പ്രവാചകരെ നിങ്ങൾക്ക് നൽകുക വഴി അല്ലാഹു വിശ്വാസികൾക്ക് അനുഗ്രഹം ചെയ്തിരിക്കുകയാണ്. ഗതകാല മാർഗഭ്രംശങ്ങളെയെല്ലാം അവഗണിച്ച് നിങ്ങൾക്ക് മാർഗദർശനം നൽകാൻ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നിങ്ങളെ വിളിക്കാൻ ഒരു പുണ്യനബിയെ നിങ്ങൾക്ക് നൽകിയില്ലയോ? എന്തൊരു ഭാഗ്യമാണ്! അന്നിഅമത്തുൽ കുബ്റാ അലൽ ആലം, ഉലകത്തിനു മേലുള്ള മഹാസൗഭാഗ്യമാണ് പുണ്യപ്രവാചകരുടെ നിയോഗമെന്നത്. അത് ലഭിച്ചവരാണ് നമ്മൾ ഭാഗ്യവാന്മാർ. അതുകൊണ്ട് ഈ പറയുന്ന പ്രവചനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തെ നേർവഴിക്ക് സജ്ജീകരിച്ചാൽ മുത്തുനബി തങ്ങളെ പറഞ്ഞ 10,000 കാര്യങ്ങൾ ഇന്ന് പുലർന്നു കാണുമ്പോ സഹോദര ഒരു കാര്യം ഉറപ്പിക്കണം, നാളെ ഖബറിൽ ഒരു വിചാരണയുണ്ടെന്ന് പറഞ്ഞത് പുലരുന്നതാണ്, പരലോകമുണ്ടെന്ന് പറഞ്ഞത് പുലരുന്നതാണ്, അവിടെ സ്വർഗമുണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്, അവിടെ നരകമുണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്. ആ സത്യങ്ങളിലേക്ക് നിങ്ങളെ ഉറപ്പിക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ തെളിയുന്ന സത്യങ്ങളെ ആദ്യം പറഞ്ഞത്. എന്തൊരു ഔദാര്യമാണ്! ഓക്കെ ജൂദോ കറം ഹേ ഷഹേബത് ഹാ തേരാ നഹീ സുൻതാ ഹി നഹീ മാംഗിനെ വാലാ തേരാ. എന്തൊരു ഔദാര്യം! അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയ റഹ്മത്താണിത്. ഞാൻ പറഞ്ഞ 100 കാര്യം മുമ്പിൽ നിങ്ങൾ പുലർന്ന് കാണുന്നില്ലേ? ഇതുപോലെ നാളെയും പുലരും. അതുകൊണ്ട് നിങ്ങൾ നേർവഴിക്ക് ജീവിക്കണം. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെയൊക്കെ ആ മുത്തുനബി തങ്ങളെ ഇഷ്ടക്കാരിൽ ഉൾപ്പെടുത്തി അവിടുത്തെ പ്രവചനങ്ങളെ പാഠം ഉൾക്കൊണ്ട് നേർവഴിക്ക് ജീവിക്കുന്നവരിൽ അല്ലാഹു ആക്കി തരട്ടെ. കുറച്ചുകൂടി നമുക്ക് വായിക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നു റഹ്മത്തുള്ളാഹി അലൈഹി, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ് സാഅ, അന്ത്യനാളാവുകയില്ല, അല്ലെങ്കിൽ മിൻ അശറാത്തിസ് സാഅ, അന്ത്യനാളിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് അയ്യുറഫഅൽ ഇൽമു, അറിവ് ഉയർത്തപ്പെടൽ, അതുപോലെ വിവരക്കേട് വ്യാപകമാകൽ, മദ്യം പാനം ചെയ്യൽ, വയഫ്ശുവസ്സിനാ, വ്യഭിചാരം വ്യാപകമാകൽ, അതുപോലെ വയദ്ഹബർ റിജാൽ വയബഖൻ നിസാ, പുരുഷന്മാര് പോവുകയും സ്ത്രീകൾ വരികയും ചെയ്യുക എന്നത് ഹത്താ യകൂന ലി 50 ഇംറഅതൻ ഖയ്യിമുൻ വാഹിദ്,
50 പെണ്ണിന് ഒരാണെന്ന അനുപാതത്തിലേക്ക് ഇവിടെയുള്ള സ്ത്രീകൾ വളർന്നവരും സ്ത്രീയുടെ ജനസംഖ്യ അധികരിക്കും, സ്ത്രീകളുടെ ആധിക്യമുണ്ടാകും. ഒരു പുരുഷന്റെ പിന്നിൽ അതാ 50 സ്ത്രീകൾ എന്ന പോലെ അനുപാതത്തിലേക്ക് വരുമെന്ന് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിലും കാണാം. മൃഗീയമായ ഭൂരിപക്ഷം സ്ത്രീജനങ്ങൾ വരുമ്പോ 50% സംവരണത്തിലേക്ക് എത്തിയപ്പോ ഇതാ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എവിടേക്കോ ഈ ജനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പെണ്ണാധികാരത്തിന്റെ പെൺസ്വരങ്ങൾ ഉയർന്നു കേട്ട് തെരുവോണങ്ങളിൽ പെണ്ണിന്റെ അലർച്ച അതാ രാഷ്ട്രീയ വേദികളിലും കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ എവിടേക്കാണ് ഈ ലോകത്തിന്റെ സൂര്യകൾ ദിശ കാണിക്കുന്നതെന്നറിയില്ല. അറിയുമോ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്ത്രീകൾ അവരുടെ ചാരിത്രവും മറന്ന് ഹയാ അവരിൽ നിന്ന് ഉയർത്തപ്പെടുകയും അവരെ തെരുവിൽ വ്യാപകമായി കടന്നു വരികയും ചെയ്യുമേ. ഇവിടെയുള്ള പോൺ സൈറ്റുകൾ മുഴുവനും നിരോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഗവൺമെന്റ് പറഞ്ഞു കഴിയില്ല. വൃത്തികെട്ട സൈറ്റുകൾ മുഴുവനും നിയന്ത്രിക്കാൻ ഒരു സർക്കാരിനും കഴിയുന്നില്ല, ഒരു ഭരണ സംവിധാനത്തിനും കഴിയുന്നില്ല. ഉടുതുണിയില്ലാതെ ഉറഞ്ഞുതുള്ളുന്ന സ്ത്രീജനങ്ങൾ ചുംബന മത്സരങ്ങളുടെയും മറ്റേതൊക്കെയോ തോന്നിവാസങ്ങളുടെയും പ്രകടനങ്ങൾ തെരുവോരങ്ങളെ കൈയടക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൊബൈലുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും വിനിയോഗങ്ങൾ മുഴുവനും സ്ത്രീസ്വരത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ വ്യഭിചാരം ഒരു നിസ്സാരമായ കാര്യമായി സാർവത്രികമാകുമ്പോ ഹബീബായ തങ്ങളുടെ വ്യക്തമായ ഒരു വായന കൂടി പറയാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പുരുഷന്മാര് കുറയുകയും സ്ത്രീകൾ അധികരിക്കുകയും ചെയ്യുമേ. അന്ത്യനാളായാൽ അയ്യഖില്ല മൻ യൂലദു മിനൽ ദുകൂരി വയക്സുറ മൻ യൂലദു മിനൽ ഇനാസ്. ഫത്ഹുൽ ബാരി 133 എഴുതുകയാണ്, പെൺകുട്ടികളുടെ ജന്മവർദ്ധനവും ആൺകുട്ടികളുടെ ജന്മത്തിൽ കുറവും വരുമ്പോ പാശ്ചാത്യ ലോകത്ത് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ 2009-2010 കണക്ക് അമേരിക്കയിൽ നോക്കിയാൽ 151.4 മില്യൺ പുരുഷന്മാർക്ക് 158.6 മില്യൺ സ്ത്രീകളാണ്. ജർമ്മനിയിൽ 40 കോടി പുരുഷന്മാർക്ക് 41 കോടി സ്ത്രീകൾ. ഫ്രാൻസിൽ 30-32. ഇങ്ങനെ ലോകത്തെ അനുപാതങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോ ചില വികസ്വര രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളെല്ലാം സ്ത്രീകളാണ് മേധാവിത്വം. എന്നാൽ വികസ്വര രാജ്യങ്ങളിൽ, ഇന്ത്യ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഇതിന്റെ വലിയ വ്യത്യാസം കാണാതിരിക്കാനുള്ള ഒരു കാരണം ഭ്രൂണഹത്യകൾ അധികരിക്കുന്നു എന്നതാണ്. ഭ്രൂണഹത്യകൾ അധികരിക്കുന്നു. ഗർഭാശയത്തിൽ തന്നെ പെണ്ണ് ഛേദം ചെയ്യപ്പെടുന്നു. നമ്മുടെ നാടുകളിലൊക്കെ വർദ്ധിച്ചു വരികയാണ്. ഇതുപോലെ നമ്മുടെ നാടുകളിലെ ജനസംഖ്യാനുപാതം പോലും ജന്മത്തിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ പെണ്ണിന്റെ എണ്ണം വർദ്ധിക്കുന്ന കാലം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അതുപോലെ ബഹുമാനപ്പെട്ട അബൂ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ത്യനാളായാൽ ലയശ്റബന്ന നാസും മിൻ ഉമ്മത്തി അൽ-ഖംറ യുസമ്മൂന ബിഗൈരി ഇസ്മിഹാ. കള്ളിനെ വിവിധങ്ങളായ നാമങ്ങളിൽ പാനം ചെയ്യപ്പെടുന്ന ഒരു കാലം വരും. വിസ്കി എന്നോ ബ്രാൻഡി എന്നോ 3X എന്നോ റം എന്നോ, പിന്നെ ആയിരക്കണക്കിന് പേരുകൾ ഉണ്ടാവാം. അങ്ങനെ വിവിധങ്ങളായ പേരുകളിൽ ആളുകൾ കുടിക്കുന്ന പാനം ചെയ്യുന്ന കാലം വന്നാൽ അതുപോലെ വിവിധങ്ങളായ നിവേദനങ്ങൾ കാണാം. ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂന അൽ-ഹിർറ വൽ-ഹരീർ വൽ-ഖംറ വൽ-മാസിഫ്. പട്ടിനെയും വ്യഭിചാരത്തെയും കള്ളിനെയും വാദ്യോപകരണങ്ങളെയും അനുവദിക്കുന്ന ഒരു കാലം വന്നാൽ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞിരിക്കുകയാണ്.
മദ്യപാനം സാർവത്രികമാവുകയാണ്, തോന്നിവാസങ്ങൾ അധികരിക്കുകയാണ്. ഇങ്ങനെ ലോകാവസാനത്തിന് മുന്നേ വരാനുള്ള വളരെ പ്രധാനപ്പെട്ട നൂറുകണക്കിന് കാര്യങ്ങൾ പുലർന്നിരിക്കുകയാണ്. എന്നാൽ നാളെ അങ്ങ് ലോകം അവസാനിക്കുമെന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ല. ചില ആളുകൾ അത് കേൾക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടാവും. നാളെ ലോകം അവസാനിക്കും, 2020 അവസാനിക്കും, അങ്ങനൊന്നും പറയാൻ നമുക്ക് അവകാശമില്ല. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞതേ പറയാൻ പറ്റൂ. എന്നാൽ വ്യാപകമായി ചില ആളുകൾ തെറ്റിദ്ധരിച്ച ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. സാധാരണക്കാരായ ചില ആളുകൾ പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1000 വർഷത്തിലേറെ ഭൂമിക്കുള്ളിൽ കിടക്കുകയില്ല എന്ന് സാധാരണക്കാർ പറഞ്ഞു വരുന്ന ചില പ്രസംഗകന്മാരും ഉദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫലൈസ ലഹു അസ്ലുൻ, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. വലാ ദുക്റ ഫീ കുതുബിൽ ഹദീസിൽ മുഅ്തമദ, സ്വീകാര്യോഗ്യമായ ഒരു ഹദീസിന്റെ ഗ്രന്ഥത്തിനും അത് പറഞ്ഞിട്ടില്ല. ولا سمعناه من شيء من المبسوطات ولا شيء من المختصرات. വിശാലമായും സമീക്ഷയായും അന്ത്യനാളിന്റെ അടയാളങ്ങളോ പുണ്യപ്രവാചകരുടെ പ്രവചനങ്ങളോ പറഞ്ഞിടത്തൊന്നും ഇത് വന്നിട്ടില്ല. ولا ثبت في حديث عن النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിലും സ്ഥിരമായി വന്നിട്ടില്ല. അന്നഹു ഹദ്ദദ വഖത الساعة, ഖിയാമത്ത് നാളിനെ ക്ലിപ്തപ്പെടുത്തിയതായി കാണില്ല. ബിമുദ്ദത്തിൻ മഹ്സൂറ, നിർണിതമായ ഒരു കാലം പറഞ്ഞിട്ട് വഇന്നമാ ദക്കറ ശൈഅൻ മിൻ അശ്റാത്തിഹാ വഅമാറാത്തിഹാ വഅലാമാത്തിഹാ, അവിടുന്ന് അന്ത്യനാളിന്റെ അടയാളങ്ങളെയും ചിഹ്നങ്ങളെയുമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അന്നിഹായ ഫിൽ ഫിത്നി വൽ മലാഹിം 10ാമത്തെ പേജിൽ എഴുതിയത് കാണാം. 1000 കൊല്ലത്തിലേറെ ഖബറിന്റെ ഉള്ളിൽ കിടക്കില്ലെന്ന് ഉള്ള ഒരു പ്രചരണം വ്യാപകമായി വരുന്നുണ്ട്. അത് പ്രമാണങ്ങളിൽ നേരീകരിക്കാവുന്നതല്ല. അത് കേട്ട് നാളെ ഖിയാമത്ത് നാളാകുമെന്നൊന്നും ആരും ചാടിയിറങ്ങി പറയേണ്ടതില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞിട്ടുണ്ട്, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ്സായിൽ, അതങ്ങനെ വെട്ടിത്തുറന്ന് ക്ലിപ്തപ്പെടുത്തി പറയേണ്ടതല്ലെന്ന് അറിയില്ലേ ജിബ്രീലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിന്റെ അടയാളങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. 2-3 അടയാളങ്ങളോടെ ഞാൻ പറയാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യത്തബിഉ ദജ്ജാല, ദജ്ജാലിനെ പിന്തുടരുന്നതാണ് മിൻ യഹൂദി ഇസ്ഫഹാൻ, ഇസ്ഫഹാനിലെ ജൂതന്മാരിൽ നിന്ന് 70,000 ആളുകൾ ദജ്ജാലിനെ പിന്തുടരുന്നതാണ്. അലൈഹിമുത് ത്വയാലിസ, അവരുടെ വേഷം എന്താണ്? ഒരു മേൽത്തട്ടമിട്ടവരാണ്. മേൽത്തട്ടം എന്ന് പറഞ്ഞാൽ ഒരു മുണ്ടെടുത്ത് തലയ്ക്ക് ഇങ്ങനെ 2 സൈഡിലോട്ട് ചായച്ചിടുക, തട്ടമിട്ട് നടക്കുക. ആ തട്ടമിട്ട് നടക്കുന്ന 70,000 ജൂതന്മാർ ദജ്ജാലിനെ പിൻപറ്റുന്നതാണ്. അതാ ത്വയാലിസത്തു നൗഉം മിനൽ ലിബാസി, അതൊരു തരം വസ്ത്രമാണ്. യുൽബസു അലർ റഅസി, തലയുടെ മേലെ ഇടുന്നതാണ്. വയുസ്ദലു അലാ ബഖിയത്തിൽ ബദനി, 2 ഭാഗത്തേക്കും ഇങ്ങനെ തൂക്കിയിടുന്നതാണ്. വമുഫ്രദുഹു തൈലസാൻ, അഥവാ നമ്മൾ വെള്ളിയാഴ്ച ഖത്തീബ് സുന്നത്തായിട്ടും തൈലസാൻ ഇടണം, തലപ്പാവിന്റെ മേലെ കൂടി ഒരു തട്ടമെടുത്ത് ഇങ്ങനെ ഇടണം. ഇന്ന് ചില ആളുകൾ ഇതൊരു പരിഷ്കാരമായി തലപ്പാവിനെ മാറ്റിവെച്ച് തട്ടമിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഈ ഹദീസ് വായിച്ചെന്ന് പറയുകയല്ലാതെ ആരെയും ഒന്നും പറയാൻ ഞാനില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ജൂതന്മാരുടെ, ദജ്ജാലിനെ പിൻപറ്റുന്ന ജൂതന്മാരുടെ ലക്ഷണത്തിൽ എണ്ണിയിട്ട്
ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അൽ ഉറൈഫി അദ്ദേഹത്തിന്റെ അന്ത്യനാടിനെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഫോട്ടോ അടക്കം കൊടുത്ത് 253-ാമത്തെ പേജിൽ നിഹായത്തുൽ ആലം അശ്റാത്തു സഅത്തിൽ സുഗ്റാ വൽ കുബ്റാ എന്ന ഗ്രന്ഥം സചിത്രമായി ഖിയാമത്ത് നാളിനെ വിശദീകരിക്കുന്നതാണ്. ഇതിന്റെ 253-ാമത്തെ പേജിൽ ആ തട്ടത്തിന്റെ ഫോട്ടോ അടക്കം കൊടുക്കുന്നത് കാണാം. ഇന്ന് ചില ആളുകൾ, ചില കുട്ടികളൊക്കെ ചിലപ്പോൾ അറിയാതെ എന്ന് വിചാരിച്ച് തട്ടോട്ടോരാരും ജൂതാനെന്ന് വിളിക്കരുത്. അത് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് നമ്മൾ അറിയാതെ അത്തരം സംസ്കാരത്തിലേക്ക് പോകാൻ പാടില്ല. കാര്യത്തിന്റെ ഗൗരവം അറിയാതെ വീഴാൻ പാടില്ല. ഞാൻ ഈ പറയുന്നത് ഇറാനിന്റെ ഫോട്ടോയും ആ ഇടുന്ന തട്ടത്തിന്റെ ചിത്രവും ഇതാ ഉറൈഫി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ, മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ഉറൈഫി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്ന ചിത്രം നിങ്ങൾക്ക് കാണാം. ഇതുപോലെ ആളുകൾ പല സംസ്കാരത്തിലേക്കും പോവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, യതത്തബിഅന്ന സനലല്ലദീന മിൻ ഖബലികും ശിബ്റൻ ബിശിബ്റാ. മുഴത്തോട് മുഴം, ചാണോട് ചാൺ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും പിൻപറ്റുന്ന ഒരു ജനത വരും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. ചില ആളുകൾ തലപ്പാവ് തട്ടിക്കളഞ്ഞിട്ടാണ്, തലപ്പാവിനെ മാറ്റിവെച്ചുകൊണ്ട് ഇത്തരം വേഷത്തിലേക്ക് മാറുന്ന ആളുകളുണ്ട്. അങ്ങനെ അതിൽ പെട്ടുപോകാൻ പാടില്ല. മുത്തഅല്ലിമീങ്ങളോട് പ്രത്യേകം പറയുകയാണ്, വേണ്ടുന്നതാ പുരുഷന് തലയിൽ കെട്ട്, അവനത് കിരീടം എന്നലിയെ തൊട്ട്, കെട്ടുന്നതും നിന്നിട്ട് തന്നാകേണ്ടതാ, ഇരുന്നിട്ട് ചെയ്തുനാലി കെട്ടാത്തതാ. നബിക്കുള്ള തൃക്കൈ കൊണ്ട് തലയിൽ കെട്ട്, കെട്ടിക്കൊടുത്തിട്ടലിയ ഖൈബറിൽ വിട്ട്, അതിനാൽ ഫത്ഹുണ്ടായതും അറിവുള്ളതാ, ത്വബറാനി തന്നെ റിവായത്തും ഇത് ചെയ്തതാ. ഇതുപോലെ തുഹഫയിലുണ്ട് 2-ാം ഭാഗമിൽ 475 പേജ് അവസാനമിൽ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവിന് നൽകിയ മഹത്വവും അതിനുവേണ്ടി കൊടുത്തിട്ടുള്ള ബഹുമാനവുമെല്ലാം ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട് അവിടുത്തെ മവാഹിബിൽ. പ്രിയമുള്ള മുത്തഅല്ലിമീങ്ങളെ, നിങ്ങളത് വായിച്ചു നോക്കണം. നമ്മുടെ ജീവിതത്തിൽ അത്തരം നല്ല നല്ല ചര്യകളാണ് വരേണ്ടത്. ഏതെങ്കിലും ചില പരിഷ്കാരങ്ങളുടെ പിന്നാലെ പോയി സുന്നത്തിനെ മറക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ മറക്കാൻ പാടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു മുന്നറിയിപ്പ് ഞാൻ വായിച്ചെന്നേ ഉള്ളൂ. വളരെ ശ്രദ്ധയോടെ ഇതറിയണേ. അനസ് ബിൻ മാലിക് തങ്ങളിൽ നിന്നുള്ള നിവേദനമാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാണ്. റഹിമഹുമുല്ലാഹ്. ഇനി വരട്ടെ, ഖിയാമത്ത് നാളിന്റെ മറ്റൊരടയാളമാണ്. ആരൊക്കെ എവിടൊക്കെ പ്രതിയാകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പറഞ്ഞത് വായിക്കാനല്ലേ കഴിയൂ. നിന്ന് ഞാൻ വായിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അസാകിർ ഉദ്ധരിക്കുകയാണ്. അന്നബി മൂസ, അബൂ മൂസ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വസനദുഹു ജയ്യിദുൻ, അതിന്റെ നിവേദന പരമ്പര വളരെ സ്വീകാര്യമാണ്. വമിൻഹാ ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ വരില്ല. ഹത്താ യഖ്റുജ ഖൗമൻ യഅകുലൂന ബിഅൽസനതിഹിം കമാ തഅകുലുൽ ബഖറു ബിഅൽസനതിഹാ. കേട്ടില്ലേ സഹോദരന്മാരെ, ഇമാമിങ്ങൾ ഉദ്ധരിക്കുകയാണ്. അന്ത്യനാട് വരില്ല. ഹത്താ യഖ്റുജ ഖൗമുൻ, ഒരു ജനത പുറപ്പെടുന്നത് വരെ, യഅകുലൂന ബിഅൽസിനതിഹിം, അവരവരുടെ നാവ് കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. കമാ തഅകുലുൽ ബഖറു ബിഅൽസിനതിഹാ, നാൽക്കാലികൾ അവരുടെ നാവ് കൊണ്ട് കഴിക്കും പോലെ. വമഅനാഹു, ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം എന്താണ്? യംദഹൂനന്നാസ, പ്രഭാഷകന്മാര് ജനങ്ങളുടെ മദ്ഹ് പറയും. വയുദ്ഹിറൂന മഹബ്ബതഹും, അവരോടുള്ള സ്നേഹം അവര് പ്രകടമാക്കും. നിഫാഖാ,
കാപട്യത്തോടെ അവര് പറയും, ഇന്നയാള് വലിയ ആളാണ്, ഇയാൾ ഈ ഭൂമിക്ക് മേലെയുള്ള ഏറ്റവും നല്ല ആളാണ്, ഇയാള് വലിയ മഹാനാണ് എന്നെല്ലാം അങ്ങ് പറഞ്ഞു കളയും. അവരവരെ തന്നെ മദ്ഹ് പറയും. എന്നിട്ട് ജനങ്ങളിൽ നിന്ന് പണം അവര് സ്വീകരിക്കും. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് ഈ ഹദീസിൽ പറഞ്ഞതെന്ന് മഹാന്മാര് വ്യാഖ്യാനിക്കുകയാണ്. പ്രസംഗം നടത്തുന്ന ഞാനും ഇതറിയേണ്ടതാണ്. അനാവശ്യമായി ഒരാളെ സ്തുതിക്കാൻ പാടില്ല. പണം കിട്ടാൻ വേണ്ടി ഒരു മുതലാളിയും അവിടുന്ന് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവിഹിതമായി അയാളെ പ്രകീർത്തിക്കാൻ പാടില്ല. തഖ്വയുടെ അടിത്തറമായി ജീവിക്കേണ്ടതാണ്. ഹഖായ ദീന് വെട്ടി തുറന്നു പറയേണ്ടതാണ്. ബാത്തിലിനെതിരെ ശബ്ദിക്കേണ്ടതാണ്. അതുപോലെ ദീനിനെ ദുനിയാവിന് വേണ്ടി വിൽക്കാൻ പാടില്ല. ആഖിറത്ത് ഭയന്ന് ജീവിച്ചോളണേ. എല്ലാം പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ. വമിൻഹാ ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ വരില്ല. ഹത്താ തതനാക്കറൽ ഖുലൂബ്, ഹൃദയങ്ങൾ അകലുമ്പോഴല്ലാതെ ആളുകൾക്ക് അനിഷ്ടം കൂടുകയാണ്. അഭിപ്രായങ്ങൾ കൂടുതൽ വ്യത്യസ്തമാവുകയാണ്. അഭിപ്രായങ്ങൾ വിഭിന്നമാവുകയാണ്. അതാ മാതാപിതാക്കളൊത്ത മക്കൾ അവർക്ക് പരിചയമില്ലാത്തവരെ പോലെ അന്യരായി മാറുകയാണ്. സഹോദരന്മാർ അന്യവൽക്കരിക്കപ്പെടുകയാണ്. ഈ നിലയിലേക്ക് ജനങ്ങൾ വന്നാൽ ഖിയാമത്തിനെ പ്രതീക്ഷിച്ചോളണേ. അടുത്ത ഒരടയാളം ഞാൻ വായിക്കാം. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, ഉടമസ്ഥനായ അല്ലാഹുവിനെ തന്നെ സത്യം, ലാ തഖൂമുസ്സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, വയഹ്ലിക്കൽ ഉഊൽ, സ്ഥാനമർഹിക്കുന്ന ആളുകൾ നശിച്ചു പോകും. അഥവാ ആദരിക്കപ്പെടേണ്ടവർ ആദരിക്കില്ല. വയദ്ഹറൽ തുഹൂദ്, കീഴാളന്മാര് ആദരിക്കപ്പെടുകയും മേലാളന്മാര് അവഗണിക്കപ്പെടുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ആദരവർഹിക്കുന്നവരെ അവഗണിക്കുകയും ആദരവർഹിക്കാത്തവരെ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരുമേ. العول وجوه الناس واشرافهم والتحود الذين كانوا تحت اقدام الناس لا يعلم بهم, അവഗണിക്കപ്പെടേണ്ടവർ പരിഗണിക്കപ്പെടുകയും പരിഗണിക്കപ്പെടേണ്ടവർ അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന കാലം വന്നാൽ. കൊല്ലൂറുള്ള പള്ളിയിൽ നമ്മളൊക്കെ ഇങ്ങനെ ജുമ നിസ്കരിക്കാൻ, അപ്പൊ ജുമ കഴിഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, ആ പള്ളിയുടെ മൂലരുണ്ട് നല്ലൊരു പണ്ഡിതൻ, നല്ല ദർസ് നടത്തുന്ന ഒരു ഉസ്താദ് ഉണ്ട്. അപ്പൊ ചില ആളുകളൊക്കെ പോയി മുസാഫത്ത് ചെയ്ത് വേറൊക്കെ ബാക്കിയുള്ളവരൊക്കെ എത്ര ഉസ്താദന്മാരെ കണ്ടതാ എന്ന് ചോദിച്ചു. അതേ സമയത്ത് എവിടെയോ ഒരു ഷൂട്ടിങ്ങിന് വന്ന സിനിമാ നടൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര ആളവിടെ കൂടി. അയാൾക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താ? സ്വന്തമായി തെമ്മാടിത്തരം ചെയ്തു, ഒരുപാട് ആളുകളെ തെറ്റിലേക്ക് നയിച്ചു. അയാൾക്ക് ബഹുമാനം. മുദരിസിനുള്ള ഗുണമെന്താ? സ്വന്തമായി ഓതിപ്പിടിച്ച ആലിമായി ഒരുപാട് ആളുകൾക്ക് ഇൽമു പറഞ്ഞു. അവരെ നോക്കാൻ ആളില്ല. ഒരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ വ്യഭിചാരിണികളായ ആളുകൾ പോകുമ്പോ അവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ മത്സരം. എന്തൊരു ലോകമാണ്! വ്യഭിചാരിണികളായ സ്ത്രീകൾ ഇങ്ങനെ പോകുമ്പോ അവരുടെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങാൻ വേണ്ടിയുള്ള മത്സരം. എവിടെത്തി നമ്മുടെ യുഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ പച്ച പുലർച്ചയല്ലാതെ വേറെന്താണ് ഇതിന് പറയുക? വേറൊരു ഭാഷ ഇതിന് പറയാനില്ല. മദ്യപാനികൾ, വ്യഭിചാരികൾ, സിനിമാ നടികൾ, സിനിമാ നടന്മാർ, കളിക്കാർ, ഇവരൊക്കെ വലിയ വലിയ താരങ്ങൾ. എന്നിട്ടോ ആജിയാര് നല്ലൊരു കട ഉണ്ടാക്കി, നല്ലൊരു കട. ഖൈറായ മഈശത്തിന് വേണ്ടി കച്ചവടം നല്ലതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടം ചെയ്തു. ഷാമിൽ പോയി കച്ചവടം ചെയ്തു. കച്ചവടം ഹലാലായ വരുമാന മാർഗ്ഗമാണ്. പക്ഷേ ആ കച്ചവടം തുടങ്ങാൻ കൊണ്ടുവരുന്നത് നമ്പർ 1 ഫാസ്റ്റിനെ.
ഒരു തെമ്മാടിയെ കൊണ്ടുവന്നിട്ട് കട ഉദ്ഘാടനം ചെയ്യും. അതിന് ലക്ഷങ്ങൾ ചെലവഴിക്കണം, ചിലപ്പോൾ കോടികൾ ചെലവഴിക്കണം. എവിടെ എത്തി നമ്മൾ? എവിടെ എത്തി? അതേ സമയത്ത് അയാൾ തന്നെ സുബഹി നിസ്കരിക്കുന്ന നല്ലൊരു മുസ്ലിം അല്ലേ? ഫാത്തിഹ ഓതിയിട്ട് അങ്ങ് കയറിക്കോട്ടെ. ഈ കൊണ്ടുവന്ന ആളെക്കാൾ എത്രയോ ബറക്കത്തുള്ള ആളാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ സുന്നത്ത് നിസ്കാരത്തെക്കാളൊക്കെ മഹത്വമുള്ള ഇൽമു പഠിച്ചുകൊണ്ടിരുന്ന ചെറിയൊരു മുത്തഅല്ലിം, ആ മുത്തഅല്ലിമിനെ കൊണ്ട് ഫാത്തിഹ ഓതിയിട്ട് കയറി എത്രയോ ബറക്കത്തുള്ള കച്ചവടവും. പക്ഷേ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ഇവരെ കച്ചവട സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യിക്കാൻ ഹറാമിന്റെ ആളുകളെ കൊണ്ട് ആഘോഷം നടത്തുന്ന കാലമാണ്, കോടികൾ ചെലവഴിക്കുന്ന കാലമാണ്. ഈ കിട്ടിയ പൈസയ്ക്ക് മുഴുവൻ അല്ലാഹുവിന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടതാണ്. ഇതല്ലേ നബി തങ്ങൾ പറഞ്ഞത്? ഉഊലുകൾ അവഗണിക്കപ്പെടുകയും തുഹൂത്തുകൾ പരിഗണിക്കപ്പെടുകയും ചെയ്യും. യഥാർത്ഥത്തിലുള്ള റിയൽ വാല്യൂ ആർക്കാണ്? അറിവുള്ള ആലിമിനാണ്, തഖ്വയുള്ള മുഅ്മിനിനാണ്. അത് പരിഗണിക്കാൻ ആളില്ല. ഇങ്ങോട്ട് മാറിയിട്ട് ഒരുപാട് തോന്നിവാസങ്ങളും തെറ്റുകളും ചെയ്യുന്നവർ, ചെയ്യിക്കുന്നവർ, അവർക്ക് വലിയ ആഘോഷമാണ്, അവർക്ക് വലിയ VIP പദവിയാണ്, അവർക്ക് വലിയ പരിഗണനയാണ്. ഈ നിലയിലേക്ക് നമ്മുടെ ജനത വന്നാൽ فليرتقبوا ريحا حمراء وزلزلة وخسفا ومسخا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന 2-3 നിവേദനം കൂടി ഞാൻ വായിച്ചു വേഗം പോവുകയാണ്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂമു സ്സാഅത്തു ഹത്താ യമറ അർ-റജുലു ബിഖബ്രി അർ-റജുലി. ഖിയാമത്ത് നാളാവില്ല ഒരാൾ മറ്റൊരാളുടെ ഖബറിന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ നടന്നു പോകുന്നയാൾ പറയും, യാ ലൈതനീ മകാനഹു. പടച്ചോനെ, ഇവനീ കിടക്കുന്ന ഖബറിൽ ഞാനായിരുന്നെങ്കിൽ മരുമോളുടെ കേസിൽ കുടുങ്ങുണ്ടായിരുന്നല്ലോ. മരുമോള് കൊടുത്ത കേസ് എന്താണ്? അമ്മോശങ്കാക്ക പീഡിപ്പിച്ചു എന്നാണ്. ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്നാണ് കളവധികരിക്കുക, പച്ചക്കള്ളം എഴുതി പിടിപ്പിക്കുക, പറയുക. കേസ് കൊടുക്കുന്ന ആളുകൾ മുഴുവനും കളവല്ലേ എന്ന് എഴുതി വെക്കുന്നത്. വക്കീലന്മാര് കളവെഴുതുന്നതിനല്ലേ ഒപ്പിട്ട് കൊടുക്കുന്നത്. അതാ നിരപരാധിയായ അമ്മോശങ്കാക്ക പീഡിപ്പിച്ചെന്ന്. കാരണം വക്കീല് പറഞ്ഞു, മോളെ അങ്ങനാണെങ്കിലേ കേസ് ജയിക്കുള്ളൂന്ന്. അപ്പുറത്ത് പറഞ്ഞു, നിന്റെ കേസ് ജയിക്കണോ, നിന്നെ ഒരു യതീം കുട്ടി എന്ന നിലക്ക്, പാവപ്പെട്ടവളെന്ന നിലക്ക് കെട്ടിക്കൊണ്ടുവന്നതാണ്. പക്ഷേ നീ കേസ് കൊടുക്കുമ്പോ എഴുതണം, എന്നെ കെട്ടിച്ചെന്ന് 100 പവൻ കൊടുത്തിട്ടുണ്ടെന്ന് എഴുതണം. എന്റെ വാപ്പ 100 പവനും 10 ലക്ഷവും പിന്നൊരു കാറും തന്നിട്ടാണ് കെട്ടിച്ചത് എന്നെഴുതണമെന്ന് വക്കീല് പറയുമ്പോൾ കേസിന് വേണ്ടി ഒപ്പിട്ട് കൊടുക്കുന്ന പെങ്ങളെ, കല്ലുവെച്ച നുണകൾ എഴുതിയിട്ട് കോടതി പടികൾ ചവിട്ടിത്തേക്കുന്ന 10,000 മുസ്ലിം സമുദായത്തിന്റെ മക്കളില്ലേ? പ്രിയമുള്ളവരെ, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കെതിരെ, ദീനീ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കെതിരെ രാപ്പകൽ അവൾ വ്യത്യാസമുള്ള നിലയ്ക്ക് അതാ യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ എഴുതി വെച്ച് കള്ളക്കേസുകൾ കൊടുക്കുന്ന എത്രയെത്ര ആളുകളാണ്. അവർ അല്ലാഹുവിനെ ഭയക്കുന്നില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീൻ അറിയുന്നില്ല. താൽക്കാലിക ലാഭത്തിന് വേണ്ടി പച്ച നുണകൾ എഴുതി പിടിപ്പിക്കുകയാണ്. മഅദല്ലാഹ്. അപ്പൊ നിരപരാധിയായ മാമ ജുമഅ നിസ്കരിക്കാൻ വരുമ്പോ അതാ മരിച്ചുപോയ അളിയന്റെ ഖബറിന്റെ അടുക്ക ചെല്ലും, കരഞ്ഞുകൊണ്ട് പറയാ, അളിയാ, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനങ്ങ് മരിച്ചിവിടെ കിടന്നെങ്കിൽ ഈ പെണ്ണിന്റെ കേസിൽ കുടുങ്ങുണ്ടായിരുന്നല്ലോ. ഞാനൊരു 50-60 വയസ്സ് വരെ മാന്യമായി ജീവിച്ചതാണ്. അതാ ഇളയ മരുമോള് കൊണ്ടുപോയി കേസ് കൊടുത്തിരിക്കുന്നു, ഞാൻ അവിടെ പീഡിപ്പിക്കാൻ ശ്രമിച്ചൂന്ന്. അമ്മയുടെ പേരിലുള്ള കേസ് എന്താണ്? മിക്സി എടുത്ത് തലക്കടിച്ചു എന്നാണ്, കൊടുവാളെടുത്ത് വെട്ടിയെന്നാണ്. ഇങ്ങനെല്ലാം അടിസ്ഥാനമില്ലാത്ത എത്രയെത്ര കേസുകളാണ്. ഇന്നാ ലില്ലാഹ്
എന്നാൽ മരുമക്കളെ വേദനിപ്പിക്കുന്ന അമ്മായി അമ്മമാരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, അല്ലാഹുവിനെ നിങ്ങൾക്ക് ഭയമുണ്ടാകണം. നിങ്ങളുടെ മകളുടെ സ്ഥാനത്താണ് മരുമകൾ. അവർക്ക് വേണ്ട സ്നേഹം കൊടുക്കണം, വാത്സല്യം കൊടുക്കണം, അവർക്ക് വേണ്ട പരിഗണന നൽകണം. അവരോടും അക്രമം ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ മകനോടുള്ള സ്നേഹ വാത്സല്യം മരുമകളോടുണ്ടാവണം. അങ്ങനെയുള്ള നല്ല ഒരു മനസ്സ് നിങ്ങൾക്ക് വേണം. അതിൽ ഉമ്മമാർ നല്ല ചിട്ടയുള്ളവരാകണം. അവരും അല്ലാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നവരാണ്. മരുമക്കളും വിചാരണ ചെയ്യപ്പെടുന്നവരാണ്. എല്ലാവരും കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതി, എല്ലാവരും അവരവരുടെ ഉത്തരവാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഞാൻ ഈ ഹദീസിലേക്ക് തന്നെ വരാം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ലാ തഖൂമു സ്സാഅത്തു ഹത്താ യമറ അർ-റജുലു ബിഖബരി അർ-റജുലി. ഒരാൾ മറ്റൊരാളുടെ ഖബറിന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ പറയും, യാ ലൈതനീ മകാനഹു, ഈ ഖബറിൽ ഞാനായിരുന്നെങ്കിൽ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നഹു സയഅതി അലൈക്കും സമാൻ, നിങ്ങളിൽ ഒരു കാലം വരുമേ, ലൗ വജദ അഹദുകും അൽ മൗത, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾക്ക് മരണത്തെ ലഭിച്ചാൽ, യുബാഉ, മരണം വിൽക്കുന്നുണ്ടെന്ന് കേട്ടാൽ, ലഷ്തറാഹു, അത് വാങ്ങും. ആ നിലക്ക് മരണത്തെ കൊതിക്കുന്ന കാലം വരുമേ. ആ കടയിൽ പോയി പൈസ കൊടുത്താൽ മരണം കിട്ടുമെന്ന് കണ്ടാൽ വാങ്ങാൻ റെഡിയാണ് എന്ന നിലക്ക് ബത്നുൽ അർളി ഖൈറും മിൻ ളഹ്രിഹാ, ഭൂമിയുടെ ഉള്ളുമതിയായിരുന്നു, പുറം വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കാലം വരുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പിന്നെ മറ്റൊരു ലക്ഷണം എന്താണ്? ഈ ലോകത്ത് നടക്കുന്ന മറ്റൊരു അടയാളമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുകയാണ്, യതഖാറബസ് സമാൻ, കാലം അടുക്കലാണ്. ഒരു വർഷത്തിനൊരു മാസത്തിന്റെ ദൈർഘ്യം, ഒരു മാസത്തിനോ ഒരാഴ്ചയുടെ ദൈർഘ്യം, ഒരാഴ്ചക്കോ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അഹ്മദും ഇമാം തുർമുദിയും ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കാലം അടുക്കും, അപ്പോൾ ഒരു വർഷം ഒരു മാസം പോലെയാകും. വശഹറു കൽ ജുമഅതി, ഒരു മാസം ഒരാഴ്ച പോലെയാകും. വൽ ജുമഅതു കൽ യൗമി, ഒരാഴ്ച ഒരു ദിവസം പോലെയാകും. അങ്ങനെ ഒരു തീക്കുമിള പോലെയായി ഒരു മണിക്കൂർ മാറും. അത്രയും ദ്രുതഗതിയിൽ സമയം മറിഞ്ഞു പോകുന്ന ഒരു കാലം വരും. അതും ഖിയാമത്ത് നാളിന്റെ സൂചനയാണ്. ഇനി ഒന്നുകൂടി ഞാൻ വായിക്കാം. ഇമാം ഹൈസമി അവിടുന്ന് ഉദ്ധരിക്കുകയാണ്. അബൂ അഹ്മദ് അബൂ അലയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യഅതി അലന്നാസി സമാനുൻ, ഒരു കാലം ജനങ്ങളിലേക്ക് വരും. യുഹയ്യലു ഫീഹി അർ-റജുലു ബൈനൽ അജ്സി വൽ ഫുജൂർ, ഒരാൾക്ക് രണ്ട് ഓപ്ഷനാണ് അപ്പോൾ ഉണ്ടാവുക. ഒന്നുകിൽ അജ്സാണ്, അല്ലെങ്കിൽ ഫുജൂറാണ്. അഥവാ ഒന്നുകിൽ അശക്തനാവുക, അല്ലെങ്കിൽ തെമ്മാടിയാവുക. ഫമൻ അദറക ദാലിക അസ്സമാൻ, അങ്ങനെ ഒരു കാലം നിങ്ങൾക്ക് വന്നാൽ ഫൽയഖ്തരിൽ അജ്സ അലൽ ഫുജൂരി, അയാൾ തെമ്മാടിത്തരം ചെയ്യാതെ അയോഗ്യനാണെന്ന് നിലക്ക് നിന്നോട്ടെ. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒരു പാട്ടും കൂത്തുമൊക്കെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ തെമ്മാടിത്തരം നടക്കുമ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ അതിൽ കൂടിയിട്ട് തെമ്മാടിയാകാം. വിട്ടുനിന്നാലോ അതൊരു നയാ പൈസക്കും പറ്റാത്ത പാവം കുട്ടി എന്ന് ജനങ്ങൾ പറഞ്ഞ് അയാളെ ഒന്നിനും കൊള്ളരുതാത്ത ആളാക്കും. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഒന്നുകിൽ നിന്നെ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് എഴുതി തള്ളാൻ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവും, അല്ലെങ്കിലോ തെമ്മാടിത്തരം ചെയ്യാം. രണ്ട് കാര്യം ചെയ്യാൻ പറ്റും. കോളേജിൽ പഠിക്കാൻ പോണ ഒരു കുട്ടി കമ്പനിയൊന്നും അടിക്കാതെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴോ കുറെ ആളുകൾ പറയുമ്പോ, നീ ഒരാണല്ലേടാ, നിനക്കൊരു ലൈൻ വേണ്ടേടാന്ന് ചോദിച്ചു. നീ ഒരു പെണ്ണല്ലേ, നിനക്കൊരു ബോയ് ഫ്രണ്ട് വേണ്ടേന്ന് ചോദിച്ചു. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ ഒരു ബോയ് ഫ്രണ്ടിനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇതിനൊന്നും കൊള്ളാത്തൊരു കുട്ടിയാണെന്ന് നിനക്ക് നടക്കുക. അപ്പോൾ നീ അങ്ങനെ തിരഞ്ഞെടുത്തു കൊള്ളട്ടെ എന്നാണ് അതിന്റെ വ്യക്തമായ ഉദാഹരണം.
അങ്ങനെയാകാം. എന്നെ അതിനൊന്നും പറ്റൂല, അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ മൊയ്ലിയാരുടെ വേഷമൊക്കെ കെട്ടി നടക്കുമ്പോൾ ഇവർക്ക് നല്ല പാൻസും തുണിയൊന്നും വാങ്ങാനുള്ള പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും, പഠിച്ചോനെ എൻ്റെ പൈസ ഉണ്ട്, ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് വസ്ത്രമൊക്കെ ഒന്ന് മേടിച്ച് നടക്കട്ടെ, ഒന്നുകിൽ നിനക്ക് അങ്ങനെ ആവാം, അല്ലെങ്കിലോ ആളുകളൊക്കെ പറഞ്ഞാൽ എന്താ ഞാനിങ്ങനെ ആയിക്കോളാം. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിങ്ങൾ അജിദിനെ തിരഞ്ഞെടുത്തുകൊള്ളട്ടെ. എത്ര കൃത്യമാണ് മാഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ചെറിയ വാചകം, വലിയ ആശയം. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ ആവാം. ഒരു കല്യാണത്തിന് മുതലാളിയുള്ള പൈസ മുഴുവൻ അടിച്ചു പൊളിച്ച് കല്യാണം നടത്തുക. അപ്പൊ ഒരു പാവ ഒരു ഈമാനുള്ള മനുഷ്യൻ അങ്ങോട്ടൊന്നും കയറാതെ നിൽക്കുക. ഈ സാധു, ഇയാൾക്ക് ഡാൻസ് അറിഞ്ഞൂടാ, സിനിമ അറിഞ്ഞൂടാ, അത് അറിഞ്ഞൂടാ, ഇത് അറിഞ്ഞൂടാ, ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ആളുകൾ ചിലപ്പോ അങ്ങനെ പറയും. അങ്ങനൊന്നും പറയണ്ട എന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾ പോകും. ആ ഒരു ഇജ്ജത്ത് കാക്കാൻ വേണ്ടി, ഒരു ജാടയ്ക്ക് വേണ്ടി ഒരു കുടുംബത്തിൽ നിന്ന് കല്യാണത്തിന് പോകുമ്പോ അതാ 10 പെണ്ണുങ്ങളും പരിഷ്കൃത വേഷം. അപ്പോ ഒരു ഉമ്മയുടെ മുഖമക്കനെ കേട്ടൊരു പെങ്ങള് ഏതോ ഒരു സ്നേഹപ്രപഞ്ചത്തിൽ നിന്ന് വഴുത് കേട്ട് നന്നായതാ. അവിടെ 2 കാര്യം ഉണ്ടാവും. ഇതൊരു പഴയ താത്ത എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചെറുപ്പക്കാരിക്ക് മനസ്സിലൊരു പ്രയാസം ഉണ്ടാവും. അതാണ് അജ്സ്. ഇത് കേൾക്കുന്നുണ്ട് വേണമെങ്കിൽ അടുത്ത റൂമിലോട്ട് കയറി പർദ്ദയും മക്കനെയൊക്കെ മാറ്റിയിട്ട് അവരെ ഉറപ്പായിട്ട് ഇറങ്ങാം. അതാണ് ഫുജൂർ. നിങ്ങൾക്ക് 2 തെരഞ്ഞെടുപ്പാനുള്ളത്. ഒന്നുകിൽ അവരുടെ കൂടെ നിങ്ങൾ കാണാൻ പോകാം, അല്ലെങ്കിൽ അവരൊക്കെ പറഞ്ഞാൽ എന്താ, ഒരു കുഴപ്പമില്ല, ഞാൻ പഴയ താത്ത തന്നെ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൽയഖ്തരിൽ അജ്സ്, എന്നാൽ നിങ്ങൾ ആ കഴിവുകേടിനെ നിങ്ങൾ തെരഞ്ഞെടുക്കണം. അലൽ ഫുജൂർ, അവിടെയും നിങ്ങൾ തെറ്റ് ചെയ്യാൻ പാടില്ല. സ്കൂൾ ഡേ വന്നു, കോളേജ് ഡേ വന്നു, ഫെസ്റ്റിവൽ വന്നു, അവിടെ എല്ലാ കുട്ടികളും ഡാൻസിനുണ്ട്, അതിന്റെ ഇതിന്റെ എല്ലാത്തിനുണ്ട്. അപ്പോ ഒരു പെൺകുട്ടിക്ക് വേണമെങ്കിൽ അതിലെല്ലാം കൂടാം. അതിലൊന്നും കൂടാതിരുന്നാലോ ഇതിനെ പാടാനും കൊള്ളൂന, ഇതിനാടാനും കൊള്ളൂന, ഇതിന് ചാടാനും കൊള്ളൂല, ഒന്നിനും കൊള്ളൂന എന്ന് എല്ലാ കുട്ടികളും പറയും. അപ്പൊ അജിസായി സ്വാഭാവികമായ ഒരു കുട്ടിക്ക് മനസ്സിന് പ്രയാസം, എന്നെ ഒന്നിനും പറ്റാത്ത കുട്ടിയായി പോയല്ലോ ഉണ്ടാവും. വീട്ടിൽ വന്ന് പറയും എല്ലാ കുട്ടികളും മത്സരിക്കുന്നുണ്ടമ്മ, ഞാനോ എന്ന് പറഞ്ഞു വരുമ്പോ ഉമ്മാക്കും ചിലപ്പോൾ ഈമാൻ ഇളകും. അവിടെ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അൽ അജ്സ്. അശക്തരാണെന്നവർ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നാളത്തെ സ്വർഗം നഷ്ടപ്പെടില്ല. दिल को मोहब्बतों का मदीना बना लिया, अब ये ही जिंदगी का करीना बना लिया, दिल में बसा के इसमें मोहम्मद के नूर को बेनूर आंखती जिसे बेना बना लिया, दिल को मोहब्बतों का मदीना बना लिया, अब ये ही जिंदगी का करीना बना लिया. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ അനുസരിച്ചുകൊണ്ട്, അവിടുത്തെ മുന്നറിയിപ്പുകളെ സ്വീകരിച്ചുകൊണ്ട് കാലത്തിന്റെ മുമ്പിൽ ഈമാനോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി. ഇവിടെ നിന്ന് നേരം വെളുക്കും വരെ വായിച്ചാലും വിശദീകരിച്ചാലും തീരാത്ത ആയിരക്കണക്കിന് അടയാളങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഈ സ്നേഹപ്രപഞ്ച പരമ്പരയുടെ 10ാം വർഷത്തെ വിഷയാവതരണത്തിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയൊരു ചെറിയ സെമി കോളനിടുകയാണ്. അടുത്ത കൊല്ലം ആരൊക്കെയുണ്ടെന്നറിയില്ല. എല്ലാം അല്ലാഹുവിന്റെ പക്കലാണ്. പടച്ചവനേ, നിന്റെ പ്രീതിയിലായി, നിന്റെ ഹബീബ് തങ്ങളുടെ പൊരുത്തത്തിലായി മരണം വരെ ഇൽമിന് ഖിദ്മത്ത് ചെയ്യാനും ഞങ്ങൾ ഈ തുടങ്ങിവെച്ച മജ്ലിസ് അന്ത്യനാൾ വരെ ഇതിന്റെ പിന്മുറക്കാർ സംഘടിപ്പിക്കാനും പറയാനും കേൾക്കാനും ഒക്കെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആശിച്ചു പോവുകയാണ്. മഹാനരായ കൊച്ചുതങ്ങളുപ്പാപ്പയുടെ ചാരത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സംഘടിപ്പിച്ച നബി സ്നേഹ സദസ്സിനെ നീ സ്വീകരിക്കണം അല്ലാഹ്. 1-2 മഹബ്ബത്തിന്റെ സംഭവം ഞാൻ പറയുകയാണ്. ഇത് സ്നേഹപ്രപഞ്ചമാണ്. എല്ലാ ദിവസവും നമ്മുടെ പ്രസംഗം അവസാനിക്കുന്നത് ഹബീബായ തങ്ങളിലേക്ക് ഈ മജ്ലിസിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ്.
ഇന്നും അൽഹംദുലില്ലാഹ് 10 കൊല്ലം മുമ്പ് തുടങ്ങുമ്പോ ഇതിങ്ങനെ തുടരാനാവുമെന്ന് എനിക്ക് പ്രതീക്ഷ വെക്കാൻ വകുപ്പുള്ളവനല്ല, സംഘാടകർക്കും അറിയില്ല. ഇവിടം വരെ ഇതെത്തിയത് നിന്റെ ഒരു മഹളായ ഫദ്ലാണ്. ലക്കൽ ഹംദു യാ അല്ലാഹ്. ഞങ്ങൾ എത്ര നന്ദി ചെയ്യേണ്ട അടിമകളാണ്. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ മുത്തുനബി തങ്ങളെ കുറിച്ച് പറഞ്ഞ നിശ്ചയിച്ച പരമ്പരയുടെ വിഷയ അവതരണത്തിന്റെ ദിവസം മാത്രം ഇന്നിവിടെ 70 ദിവസം തികയുകയാണ്. ഏകദേശം ഒരു 140 മണിക്കൂർ ഈ പള്ളിമുക്ക് പള്ളിയുടെ പരിസരങ്ങളിലായി ഞങ്ങൾ ഒരുക്കിയ വേദിയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു വാക്കോ ഒരു പ്രയോഗമോ അവിടുത്തെ മഹത്വത്തിന് നിരക്കാത്തതുണ്ടെങ്കിൽ നീ വിട്ടുപുറത്ത് മാപ്പ് ചെയ്യണം അല്ലാഹ്. നിന്നോട് ഞങ്ങൾ ശുക്ർ ചെയ്യുന്നു. നഷ്കുറുക യാ മൗലാനാ ശുക്ര ശാകിരീൻ. وقال النبي صلى الله عليه وسلم أفلا أكون عبدا شكورا ونتبرك بهذا النبي العظيم صلى الله عليه وسلم. തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ശുക്റുള്ള ഒരു ഖൽബ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. സെയ്ദ് ബിൻ ഖാരിജ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയെ, അതുപോലെ ഒരു മഹദിയെ കുറിച്ചും ഞാൻ തൽക്കാലം ഇവിടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മജ്ലിസ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹ്, നമ്മുടെ 7 ദിവസത്തെ മൗലിദ് പാരായണത്തിന്റെ മജ്ലിസിന്റെ പരിസമാപ്തിയാണ്. ആ ഒരു നല്ല ആത്മാവോടെ നിങ്ങളെല്ലാം എല്ലാവരും ദുആ കഴിഞ്ഞിട്ട് മാത്രമേ പോകാവൂ. ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്ന മജ്ലിസ് അല്ലാഹു തആല നമ്മിൽ നിന്ന് പൊരുത്തപ്പെട്ടു തരും. അല്ലാഹു ഔദാര്യം ചെയ്തു തരും. പറയുന്ന ഞാൻ മോശക്കാരനാണ്, ഞാൻ നിങ്ങളിൽ തന്നെ ചെറിയ ആളാണ്, എല്ലാം കൊണ്ടും ഞാൻ ചെറിയവനാണ്. നിങ്ങളെല്ലാം ഔദാര്യം കൊണ്ട് വഅദ് കേൾക്കാൻ വന്നതാണ്. ഞാൻ ഇവിടെ നേരത്തെ ക്ഷണിച്ച് നിശ്ചയിച്ച പ്രകാരം വന്ന ആളാണ്. അതാ എത്രയോ വലിയ ആബിദീങ്ങൾ ഈ മജ്ലിസിലുണ്ട്. ഞാൻ അങ്ങനെ വലിയൊരു ആബിദല്ല. ദാക്കിരീങ്ങൾ ഈ മജ്ലിസിലുണ്ട്. എത്രയോ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലുന്ന ഉമ്മമാരുണ്ട്. കൂട്ടത്തിൽ ഞാൻ ചെറിയൊരു മുതഅല്ലിമാണ്. നിങ്ങളെല്ലാം വിനയത്തോടെ ദുആ ചെയ്യണമെന്ന് വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. പക്ഷേ വലിയൊരാഗ്രഹം മനസ്സിലുണ്ട്. ഈ നല്ല മജ്ലിസിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോ നമുക്കിങ്ങനെ മുഖാമുഖം കാണാൻ റബ്ബൊരു തൗഫീഖ് നൽകിയല്ലോ. ഈ കാഴ്ച ദുനിയാവിൽ അവസാനിക്കരുത്. നാളെ സ്വർഗീയ ആരാമത്തിൽ എല്ലാമെല്ലാമായ മുത്തുനബി തങ്ങളുടെ ചാരത്ത് ചെല്ലുമ്പോ അവിടെ വെച്ചും ഒന്ന് കാണാൻ ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞ മജ്ലിസിൽ കണ്ടവരല്ലേ എന്ന നിലക്ക് പരസ്പരം അറിയാൻ ഹബീബായ തങ്ങളുടെ ചാരത്ത് ചേർന്നു നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഭാഗ്യം നൽകണം അല്ലാഹ്. അതൊരു വലിയ ആഗ്രഹമാണ്. അൽഹംദുലില്ലാഹ്, കാഴ്ചയില്ലാത്ത ഒരു സഹോദരനടക്കം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിക്കടുത്ത് നിന്ന് ഈ ഒരു മജ്ലിസിനെ മാത്രം കൊതിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടത്ത് നിന്ന് 2-3 ദിവസമായി ഒരു സഹോദരൻ ഈ മജ്ലിസിനെ സ്നേഹിച്ചു വന്നിവിടെ കേൾക്കുന്നുണ്ട്. ഞാനിവിടെ വന്നിറങ്ങിയെന്ന് സിയാറത്ത് ചെയ്യുമ്പോ തൃശൂർ ജില്ലയിലെ വാടാനപ്പള്ളിയിൽ നിന്നും മറ്റു പല പരിസര പ്രദേശങ്ങളിൽ നിന്നുമുള്ളവർ
ഈ മജ്ലിസിനെ മഹബത്ത് വെച്ച് ഇവിടെ വന്നവരുണ്ട്. അതാ സൗദി അറേബ്യയിലും കുവൈത്തിലും ഖത്തറിലും UAE-യിലും ബഹ്റൈനിലും സൗദിയിലും ഇരുന്നു കൊണ്ട് ഈ മജ്ലിസ് കേൾക്കുന്നവരുണ്ട്. മറ്റു വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് ഓൺലൈൻ സംവിധാനത്തിലൂടെ ഈ മജ്ലിസിന് ആമീൻ പറയുന്നവരുണ്ട്. എല്ലാവരെയും നീ ഖബൂൽ ചെയ്യണം അല്ലാഹ്. വലിയ ആലിമീങ്ങൾ ഈ മജ്ലിസിൽ വരുന്നത് ഇവിടുന്നൊരു വിവരം കിട്ടാനല്ല, മുത്തുനബി തങ്ങളുടെ മൗലിദിന്റെ മജ്ലിസ് എന്ന നിലക്ക് വരുന്നതാണ്. എത്രയോ വലിയുമ്മമാര് അതാ ദീർഘദൂരം നടന്നീ മജ്ലിസിലേക്ക് ക്ഷീണം മറന്നു വരുന്നവരുണ്ട്. പടച്ചവനെ, കഴിഞ്ഞ വർഷങ്ങളിൽ അങ്ങനെ നടന്നു വന്നവരിൽ, ഈ മജ്ലിസിൽ പങ്കെടുത്തവരിൽ, ഈ കൊല്ലൂർ വിളപ്പള്ളിയുടെ ഖബർസ്ഥാനിലും മറ്റു പല ഖബർസ്ഥാനുകളിലും മറപെട്ട് കിടക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അവരുടെ എല്ലാ ഖബറു നീ സ്വർഗത്തോപ്പാക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുത്തത് ആഖിറത്തിൽ വെളിച്ചം കിട്ടാൻ ഒരു നിമിത്തമാക്കി അവർക്ക് നൽകി. ഈ മജ്ലിസ് അവർക്കൊന്ന് കാണിച്ചു കൊടുത്ത് ആനന്ദം നൽകണം അല്ലാഹ്. ബിബറകത്തി നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിക്കുന്നവർ, കാണുന്നവർ എത്രയോ ആളുകളാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സയ്യിദ് ബിൻ ഖാരിജ റളിയല്ലാഹു അൻഹു വഫാത്തായി പോയി. ബൈനൽ ളുഹ്രി വൽ അസ്രി, ളുഹറിന്റെയും അസ്റിന്റെയും ഇടയിലാണ് വഫാത്തായത്. ജനാസ അവര് മൂടി അവിടെ കിടത്തി. ലിസ്വലാത്തി സയ്യിദിനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വരട്ടെ ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ. ഇതൊരു പാഠമാണ്. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ മരണപ്പെട്ടാൽ മോൻ എവിടെയെന്ന് മാത്രം ചോദിക്കും. എന്നാൽ വലിയ സ്വാലിഹീങ്ങളോ ആലിമീങ്ങളോ സയ്യിദന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവര് നിന്ന് നിസ്കരിക്കലാണ് മയ്യിത്തിന് ഏറ്റവും ഖൈറ്. അവകാശി മകനാണെങ്കിലും അതാ മയ്യിത്തിന് ഖൈറും ബറക്കത്തും വലിയ സ്വലാഹിയത്തുള്ള സയ്യിദന്മാരും ആലിമീങ്ങളും ഒക്കെ നിസ്കരിക്കലാണ്. അതാണ് സ്വഹാബത്ത് നമ്മളോട് പഠിപ്പിക്കുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് തങ്ങൾക്ക് 90-ലേറെ മക്കളുണ്ട്. ജനാസ നിസ്കരിക്കാൻ വസിയ്യത്ത് ചെയ്തത് അഹ്മദ് ബിൻ സീരീൻ തങ്ങളോടാണ്. കാരണം വലിയ സ്വലാഹിയത്തിന്റെ ഉടമയാണ്, താബിഈയാണ്. ഉദാഹരണം ഏറെയുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വരട്ടെ എന്ന് വിചാരിച്ച് ജനാസ മൂടിക്കിടത്തിയപ്പോൾ بعد ذلك سمعوا صوتا من تحت الكساء يقول أنصتوا. അതാ വഫാത്തായിട്ട് മൂടിക്കിടക്കുന്ന ജനാസ സയ്യിദ് ബിൻ ഖാരിജ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടതിനു ശേഷം സംസാരിക്കുകയാണ്. فنظر بعضنا إلى بعض, ഞങ്ങൾ പരസ്പരം നോക്കി എവിടെന്നാണ് ഈ ശബ്ദമെന്ന്. അപ്പോൾ മരിച്ചു കിടക്കുന്ന ജനാസയാണ് സംസാരിക്കുന്നത്. ഇത് ഇമാം ബൈഹഖിയാണ് നിവേദനം ചെയ്യുന്നത്. എന്താണ് സയ്യിദ് ബിൻ ഖാരിജ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? ഹാദാ അഹ്മദു റസൂലുള്ളാഹ്, ഇത് അഹ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സലാമുൻ അലൈക യാ റസൂലല്ലാഹ് വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതാ മരണപ്പെട്ട ജനാസ കടന്നുകൊണ്ട് നബിതങ്ങൾക്ക് സലാം പറഞ്ഞിട്ട് പറയുന്നു, ഇത് നബിതങ്ങളാണ്. ثم قال أبو بكر الصديق, എന്നിട്ട് പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും പറഞ്ഞു. ഇമാം ബൈഹഖി തങ്ങൾ ഇത് ഉദ്ധരിച്ചിട്ട് വിശദീകരിക്കുന്നത് സയ്യിദ് ബിൻ ഖാരിജ തങ്ങൾ വഫാത്തായി കിടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഹാദിറായി. സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഹാദിറായി. ഉമറുൽ ഫാറൂഖ് തങ്ങളും ഹാദിറായി. എത്ര വലിയ ഒരു ഭാഗ്യമാണ്! അല്ലാഹ് ആ മഹാനായ സ്വഹാബിയുടെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ സ്വഹാബത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ അവസരം നൽകണം അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണം അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ മജ്ലിസും നീ പൊരുത്തപ്പെട്ടു തരണം അല്ലാഹ്.